എൻ്റെ മുന്നിലിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ഈ പാലക്കാടിൻ്റെ നന്മയായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ അനന്ത 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 കോടി പ്രണാമം. ഹരിയോ. ഞാനിപ്പോൾ പാലക്കാടാണോ ഇരിക്കുന്നത്, പാൽപ്പായസത്തിൻ്റെ നടുവിലാണോ ഇരിക്കുന്നത് എനിക്കറിയില്ല. കാരണം അത്രയും ഒരു നിറഞ്ഞൊരു സൗഭാഗ്യം. ധാരാളം മഹാന്മാർ ഇരുന്നൊരു വേദിയിൽ അതിലൊരു ഭാഗഭാക്കാവാൻ സാധിക്കുക. എന്നോടൊരു പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വാമി സ്വർഗത്തിൽ പോകുന്നു. കാരണം സ്വാമി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ ആളുകളുടെ മനസ്സിന് നന്മ പകരുന്നുണ്ട്, സ്വാമി സ്വർഗത്തിൽ പോകുന്നു. ഞാൻ പറഞ്ഞു പള്ളിയിൽ അച്ഛനോട്, എനിക്ക് സ്വർഗത്തിൽ പോകണ്ട, എനിക്ക് കേരളത്തിൽ വന്നാൽ മതി, ഭാരതത്തിൽ ജനിച്ചാൽ മതി. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ എന്നും എന്നും സത്സംഗങ്ങളും സജ്ജന സമ്പർക്കങ്ങളും കിട്ടുകയാണെങ്കിൽ, ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്ന വരികൾ വൃത്രാസുരൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. അസുരനാണ് പറയുന്നത് മമ ഉത്തമ ശ്ലോക ജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമദസ്വകർമ്മഭി ത്വന്മായയാത്മാത്മജതാരഗേഹേഷു ആസക്തചിത്തസ്യ നനാഥ ഭൂയാൽ. ഉത്തമ ശ്ലോക ജനേഷു സഖ്യം. നല്ലവരായ പാലക്കാട്ടുകാരുടെ കൂടെ എന്നും ഒരിക്കാൻ ഭാഗ്യം ഉണ്ടായാൽ മതി. ഇതിനു വലിയ ഭാഗ്യം എന്താ വേണ്ടത്? വേറെ സ്വർഗമൊന്നും വേണ്ട, അത്ര വലിയ മോഹങ്ങളൊന്നും വേണ്ട. നമ്മളൊക്കെ വാസ്തവത്തിൽ സുകൃതികളാണ്. നാം ഈ ഭൂമിയെ സ്വർഗമാക്കി മാറ്റണം, സുഹൃത ഭൂമിയാക്കി മാറ്റണം. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഹി മേ ബി സ്റ്റഡിയിങ് ദ 5th സ്റ്റാൻഡേർഡ്. സ്വാമിജി, എന്തിനാണ് അങ്ങ് സപ്താഹം ചെയ്യുന്നത്? എന്തിനാണ് അങ്ങ് സപ്താഹത്തിന് പോകുന്നത്? അപ്പോൾ ആരോ പറഞ്ഞു, സ്വാമിജി ധാരാളം സപ്താഹം ചെയ്യുന്നുണ്ട് ഇന്ത്യയിലും വിദേശത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, എന്തിനാണ് സപ്താഹം ചെയ്യുന്നത്? ഇപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആ കുട്ടിക്ക് ഉത്തരം കൊടുത്തത് അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. 7 ദിവസം നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ഈ മന്ത്രം നിങ്ങൾ മറക്കരുത്. ഇന്ന് മുദ്രാവാക്യങ്ങളുടെ നാടാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് ആളുകളെ പ്രബുദ്ധരാക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 3 മുദ്രാവാക്യങ്ങളാണ്. ഇത് മുദ്രാവാക്യങ്ങളല്ല, ഇത് മന്ത്രങ്ങളാണ്. 7 ദിവസം നിങ്ങൾ എന്തിനാണ് സപ്താഹം കേൾക്കുന്നത്? 7 ദിവസം നിങ്ങൾ സപ്താഹം കേട്ടാൽ എന്ത് സംഭവിക്കും? 3 കാര്യങ്ങൾ സംഭവിക്കണം. ധീരോ ഭവ, ഏറ്റു പറയാലോ, ധീരോ ഭവ, വിജയീ ഭവ, രാമോ ഭവ. ഈ പറയുന്ന വാക്കുകൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അർത്ഥം കിട്ടുമെന്നറിയില്ല. ധീരോ ഭവ എന്നൊരു വാക്ക് ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. ഇന്ന് നാം പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സാധാരണ എല്ലാ വർഷവും പോലുള്ള പുതുവർഷമല്ല ഈ വർഷം ഭാരതത്തിനുണ്ടായത്. ഡൽഹിയിൽ വളരെ ദാരുണമായ ഒരു മൈക്ക് ധീരനായിട്ടില്ല, താഴോട്ട് വരുന്നു, കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിങ്ങൾ കണ്ടു ഒരു പെൺകുട്ടിയെ വളരെ വികൃതമായി നശിപ്പിച്ചൊരു രംഗം. പ്രധാനമന്ത്രിയും സോണിയാഗാന്ധി അവർകളും പല രാഷ്ട്രീയ നേതാക്കന്മാരും അതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. പക്ഷെ ഞാൻ അവരുടെയൊക്കെ പ്രതികരണം ടി വിയിലൂടെ നോക്കുമ്പോൾ ആരും ഒരു കാര്യം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മുടെ പെൺകുട്ടികളെ, നമ്മൾ വളർന്നു വരുന്ന കുട്ടികളെ, ഞാനിവിടെ വന്നപ്പോൾ കുറേയധികം പെൺകുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് അമ്മമാരോടൊക്കെ ഒരു അപേക്ഷ, നാളെ മുതൽ ആ കുട്ടികളെയൊക്കെ സ്കൂളിൽ പറഞ്ഞയക്കാതെ ഇങ്ങോട്ട് പറഞ്ഞയക്കൂ. സത്യം പറയുകയാണെങ്കിൽ അതൊരു വലിയ സുഹൃതമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ആ കുട്ടികളെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞയക്കൂ. കാരണം ഇന്ന് നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസത്തോടൊപ്പം ധീരമായൊരു മനസ്സാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രധാനമന്ത്രിയോ പാർട്ടി നേതാക്കന്മാരോ ഒന്നും പറയാത്തത്, നമ്മുടെ കുട്ടികളെ ഒരു പാഞ്ചാലിയെ പോലെ ആക്കണം.
ഒരു സീതയെ പോലെ ആക്കണം. അതായത് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു ധീര മനസ്സ് അവർക്കുണ്ടാക്കണം. നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം തട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് നിങ്ങൾ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പറയാനുള്ളത്, എന്തിനാ കുട്ടി പഠിക്കുന്നത്? പറയും പാസ്സാവണം. എന്തിനാ പരീക്ഷ പാസ്സാവുന്നത്? ജോലി നേടണം. എന്തിനാ ജോലി നേടുന്നത്? നല്ലൊരു വിവാഹം കഴിക്കണം. എന്തിനാ വിവാഹം കഴിക്കുന്നത്? നല്ലൊരു കുടുംബം ഉണ്ടാവണം. എന്തിനാ കുടുംബം ഉണ്ടാവുന്നത്? നല്ല സ്നേഹവും സുഖവുമുള്ള ഒരു ജീവിതം ഉണ്ടാവണം. ഇതാണോ പറയുക? ആണോ അല്ലയോ? ആണെങ്കിൽ അല്ല, അല്ലെങ്കിൽ ആണ്. ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. ആണോ അല്ലയോ? സുഖം എന്നതാണ് എല്ലാവരുടെയും സിദ്ധാന്തം. രാഷ്ട്രീയ പാർട്ടികളും അത് തന്നെയാണ് പറയുന്നത്. നേടണം, നേടണം, അവകാശങ്ങൾ നേടിയെടുക്കണം. ശരി, എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്തുണ്ടാവും നിങ്ങൾക്ക്? ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ പറയും ജീവിതം സുഖമായി. നോക്കൂ, നിങ്ങൾ ജീവിതം സുഖമായിരുന്നു എങ്കിൽ, സുഖമാണ് ജീവിതമെങ്കിൽ, എന്തേ സുഖമുള്ള രാജ്യങ്ങളിലൊന്നും ജീവിതത്തിൽ അവർക്കൊന്നും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കാത്തത്? സുഖം ഉള്ളതാണ് ജീവിതമെങ്കിൽ ഇന്ന് നമുക്ക് സുഖത്തിന് വലിയ കുറവൊന്നുമില്ല. കാരണം ഇന്ന് നമ്മുടെ വീട്ടിൽ പണ്ടത്തേതിനേക്കാളും സുഖ സൗകര്യങ്ങളുണ്ട്. പണ്ടത്തേതിനേക്കാളും നമ്മൾ എത്രയോ സുഖത്തിൽ ജീവിക്കുന്നു. ഇന്ന് ഏത് ഇടവഴികളും റോഡുകളാണ്. ഒരുവിധം എല്ലാവരുടെ വീട്ടിലും വാഹനങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾക്ക് TV ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ മനസ്സ് ധീരമാണോ? ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ ഇതിനെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, സുഖത്തിന് വേണ്ടിയിട്ടല്ല കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത്, ധീരരാക്കി മാറ്റൂ, ധീരതയുള്ള കുട്ടികളാക്കി മാറ്റൂ. കാരണം ധീരത എവിടെയുണ്ടോ, ധൈര്യം എവിടെ ഉണ്ടോ, അവർക്ക് സുഖവുമുണ്ട്. സുഖമുള്ളിടത്തൊന്നും ധീരത ഉണ്ടാവണമെന്നില്ല. ഞാൻ അമേരിക്കയിൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. സുഖ സൗകര്യങ്ങളിൽ ഒരു കുറവുമില്ല. പക്ഷെ പ്രതിസന്ധികൾ വരുമ്പോൾ അവർ ദുർബലരാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ എന്നെ വീണ്ടും വീണ്ടും വിളിക്കുന്നത് അവർ. ഇപ്പം ജീവിതത്തിൽ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ജീവിതം എന്നത് ധീരത നേടാനായിരിക്കണം, ഒരു ധൈര്യമുള്ളൊരു മനസ്സ്. ഭഗവാൻ ശ്രീകൃഷ്ണനും ഇത് തന്നെയാണ് പറയുന്നത്. ധൈര്യമുള്ളൊരു മനസ്സ് എവിടെയുണ്ടോ അവിടെ ഈശ്വര അനുഗ്രഹമുണ്ട് എന്നാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വലിയൊരു സന്ദേശമാണ് ഭഗവത്ഗീതയുടെ സന്ദേശത്തിൽ. അദ്ദേഹം പറയും, ഏതൽ വിഭൂതിമത്സത്വം ശ്രീമത് ഊർജിതമേവ തത്തദേവാവ ഗച്ഛത്വം മമ തേജോംശ സംഭവം. ഇഫ് യുവർ മൈൻഡ് ഈസ് സ്ട്രോങ്, അണ്ടർസ്റ്റാൻഡ് യു ആർ ബ്ലെസ്ഡ്. നിങ്ങളുടെ മനസ്സിന് ശക്തിയുണ്ടോ, നിങ്ങൾ അനുഗ്രഹീതരാണ്. അതിന് വലിയൊരു അനുഗ്രഹം കിട്ടാനില്ല. ഇത് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. മനസ്സിന് ധൈര്യമുള്ളൊരു ജീവിതം, ധൈര്യമുള്ളൊരു മനസ്സിൻ്റെ ഉടമകളാവാൻ നമ്മുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നിങ്ങൾ പരിശീലിക്കും. ഏത് പ്രതിസന്ധികളെയും അവർ തരണം ചെയ്യും. 5 വയസ്സുള്ള പ്രഹ്ലാദൻ്റെ കഥ ഭാഗവതത്തിൽ പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അന്നും ഇന്നും പിച്ചിക്കീറുന്ന ഹിരണ്യകശിപുമാരുണ്ട്. അന്നത്തെ ഹിരണ്യകശിപു ഇന്ന് ബസ്സിൽ പിച്ചിക്കീറുന്നു. ആണോ അല്ലയോ? ഇന്ന് ബസ്സിലിരുന്ന് പിച്ചിക്കീറുന്നു. ഇന്നുമുണ്ട് അന്നുമുണ്ട് ഹിരണ്യകശിപുമാർ. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ പ്രഹ്ലാദന്മാരാക്കിക്കൂടാ? ഞാനൊരു രാഷ്ട്രീയ നേതാവും പറയുന്നത് കേൾക്കുന്നില്ല. കാരണം അത് വേണമെങ്കിൽ, ധീരരാക്കണമെങ്കിൽ തൻ്റെ തന്നെ ഉള്ളിലുള്ള ആത്മബലത്തിലേക്ക്, ആത്മശക്തിയിലേക്ക് മനസ്സിനെ ഉയർത്തേണ്ടതുണ്ട്. ഇവിടെയാണ് സ്പിരിച്വൽ സയൻസ്. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിനെ പറ്റിയ വീഴ്ച ഇതാണ്. നമ്മുടെ വിദ്യാഭ്യാസം ഇവിടെയാണ് പരാജയപ്പെട്ടു പോയത്. എല്ലാവരും പറയും ആത്മീയത വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ കോർത്തിണക്കണം. പക്ഷെ എന്താണ് ആത്മീയത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പലരും ധരിച്ചിരിക്കുന്നത് ആത്മീയത എന്നാൽ ദൈവവുമായി ബന്ധപ്പെട്ടതെന്നാണ്. ഇവിടെ സ്വർഗരാജ്യത്തിലിരിക്കുന്ന ദൈവത്തെക്കുറിച്ചോ എവിടെയോ വ്യാപിച്ചിരിക്കുന്ന സർവത്ര വ്യാപിച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ചോ അല്ല ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും പറഞ്ഞു തരാനുള്ളത്.
പറഞ്ഞു തരാനുള്ളത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെക്കുറിച്ചാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികൾ, നിങ്ങളുടെ കുട്ടികൾ, അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നു, ഹിന്ദി ലാംഗ്വേജ് പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, മാത്സ് പഠിക്കുന്നു, കമ്പ്യൂട്ടർ പഠിക്കുന്നു, പല വിഷയങ്ങളും പഠിക്കുന്നുണ്ട്. ഇതെല്ലാം പാഠ്യപദ്ധതിയിലുണ്ട്. പക്ഷെ ഇതെല്ലാം പഠിക്കണമെങ്കിൽ ഒരു മനസ്സുകൂടെ വേണം. വേണോ വേണ്ടയോ? പറയൂ ഉറക്കെ. മനസ്സില്ലെങ്കിൽ എന്ത് വിദ്യാഭ്യാസം? ഇപ്പം ഇംഗ്ലീഷ് പഠിക്കുന്നത് എനിക്ക് മനസ്സുള്ളത് കൊണ്ടാണ്. ശവത്തിനെ ആരും പഠിപ്പിക്കാറില്ല. കാരണം ഒരു മനസ്സില്ലെങ്കിൽ എന്ത് പഠിപ്പിക്കാൻ സാധിക്കും? ഇപ്പം ഏത് വിഷയവും പ്രസക്തി ഉള്ളതായിത്തീരുന്നത് ഏതുള്ളത് കൊണ്ടാണ്? പറയൂ ഉറക്കെ. മനസ്സുള്ളത് കൊണ്ടാണ്. പക്ഷെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിൽ മനസ്സിനെക്കുറിച്ചുള്ളൊരു വിദ്യാഭ്യാസമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? മനസ്സിനെക്കുറിച്ച് പഠിപ്പിക്കാത്തൊരു വിദ്യാഭ്യാസം എങ്ങനെ വിദ്യാഭ്യാസമാവും? എന്നെ സംബന്ധിച്ച് മനസ്സിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ആത്മീയ വിദ്യാഭ്യാസം. നമ്മുടെ ഋഷീശ്വരന്മാർ 5000 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യം ഇതാണ്: യദോ ഇമാനി ഭൂതാനി ജായന്തേ ഏന ഭൂതാനി ജീവന്തി തത് പ്രവിശന്തി. ഒരുപക്ഷെ സംസ്കൃതത്തിൽ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇന്ന് നമുക്ക് സംസ്കൃതം എന്ന് പറഞ്ഞാൽ അന്യം നിന്നൊരു ഭാഷയാണ്. നേരത്തെ ശ്രീ രാജഗോപാൽജി പറഞ്ഞതുപോലെ ഇതൊക്കെ പറഞ്ഞാൽ വർഗീയമായിപ്പോയി. സംസ്കൃതത്തിൽ പറഞ്ഞാൽ വർഗീയമാണ്. കാരണം അത്രത്തോളം അതിനെ വികൃതമാക്കാൻ പലർക്കും സാധിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ തന്നെ കളിയാക്കും. ഒരാൾ വയസ്സ് കാലത്താണ് ഇത്രേ സംസ്കൃതം പഠിക്കാൻ തീരുമാനിച്ചത്. 90-ാമത്തെ വയസ്സിൽ അദ്ദേഹം സംസ്കൃതം പഠിക്കുമ്പോൾ ശങ്കരാചാര്യസ്വാമികൾ ചോദിച്ചു അത്രേ, ഇത്തിരി ഞാൻ കൂട്ടിച്ചേർക്കൂട്ടോ, ആ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപ്പോൾ ചോദിച്ചു അത്രേ, എന്തിനാ കാരണവരെ ഈ 90-ാമത്തെ വയസ്സിൽ സംസ്കൃതം പഠിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവാലോ. കാരണം സ്വർഗത്തിലിരിക്കുന്നവർക്ക് അറിയുന്ന ഒരേ ഒരു ഭാഷ സംസ്കൃതമാണ്. അപ്പോൾ ചോദിച്ചു, എന്തിനാ സ്വർഗത്തിൽപ്പെട്ട് സംസ്കൃതം പറയുന്നു? ഉർവശിയോട് സംസാരിക്കാമല്ലോ എന്ന്. നോക്കണേ, 90-ാമത്തെ വയസ്സിൽ മോഹം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു അത്രേ, ശങ്കരാചാര്യസ്വാമികൾ അങ്ങ് മരിച്ചാൽ നരകത്തിലാണ് പോകുന്നതെങ്കിലോ എന്ന്. മലയാളം നല്ലോണം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം മലയാളം പഠിച്ചാൽ എവിടെയും നമുക്ക് മാനേജ് ചെയ്യാമെന്നർത്ഥം. അപ്പോൾ സ്വർഗത്തിൽ പോകാനുള്ളൊരു ലാംഗ്വേജ് അല്ല സംസ്കൃതം. അതിൻ്റെ ഓരോ വാക്കുകളും സോ സയൻറ്റിഫിക്കാണ്. നിങ്ങൾക്ക് 7 ദിവസം സപ്താഹത്തിന് വരുമ്പോൾ അത് മനസ്സിലാവും. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയട്ടെ. ഇന്നത്തെ മോഡേൺ സയൻസ്, ഇന്നത്തെ ഫിസിക്സ്, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ഫിസിക്സ്, കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം വികസിച്ചു വന്നതാണ്. ഇത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ഏതൊരു ഊർജത്തിൽ നിന്നാണോ വന്നിരിക്കുന്നത് തിരിച്ച് അതേ ഊർജത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. ബ്ലാക്ക് ഹോൾ എന്നൊരു തിയറി കുട്ടികളെ പഠിപ്പിക്കുന്നു. അനന്തമായ ഊർജത്തിൽ നിന്നും ഉണ്ടായ ഈ ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അതിൻ്റെ സമയം കഴിഞ്ഞാൽ തിരിച്ച് അതേ ഊർജത്തിലേക്ക് തിരിച്ചു പോകുന്നു. നീദർ എനർജി ക്യാൻ ക്രിയേറ്റ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് എന്ന് മോഡേൺ സയൻസ് പഠിപ്പിക്കുന്നതിൻ്റെ 5000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഋഷീശ്വരന്മാർ ഈ പ്രപഞ്ചത്തിനെ ഉപയോഗിച്ച വാക്കാണ് ജഗത്ത്. എന്താണ് ജഗത്ത്? 3 അക്ഷരങ്ങൾ. പക്ഷെ അത് 3 അക്ഷരങ്ങളെ ഉള്ളൂ എങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥത്തിലേക്ക് നിങ്ങൾ കടന്നുപോയാൽ അവിടെ നിങ്ങൾ ഋഷിമാരെ നമസ്കരിക്കും. ആ ജഗത്ത് എന്നുള്ള വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് ജായതേ ഗച്ഛതി തിഷ്ഠതി ഇതി ജഗത്ത്. ജായതേ എന്നാൽ ഇത് ജനിച്ചതാണ്, ഇത് പ്രകടമായതാണ്. ഗച്ഛതി ഇത് തിരിച്ചു പോകുന്നതാണ്. തിഷ്ഠതി അതുവരെ മാത്രം നിലനിൽക്കുന്നതാണ്. ഇന്ന് മോഡേൺ സയൻസ് എന്തു പറഞ്ഞുവോ അതിനെ 5000 വർഷങ്ങൾക്ക് മുമ്പ് പറയാൻ സാധിച്ച ശാസ്ത്രജ്ഞന്മാരായ ഋഷിമാരുടെ ഭൂമിയിൽ ജനിക്കാൻ സുഹൃതം നേടിയവരാണ് നമ്മൾ. ഇത് നമ്മൾ തിരിച്ചെടുക്കണം. ഇത് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കണം. അവരെ ധീരരാക്കി മാറ്റണം. ഇവിടം കൊണ്ട് തീർന്നില്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 7 ഊർജങ്ങളുണ്ടെന്ന് കണ്ടെത്തിയവരാണ് ഭാരതീയ ഋഷീശ്വരന്മാർ. 7 ഊർജങ്ങൾ. ഒരുപക്ഷെ ലളിതാ സഹസ്രനാമം പഠിക്കുന്ന നിങ്ങൾക്ക്, വായിക്കുന്ന നിങ്ങൾക്ക് പലർക്കും അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ സോളിഡ് എനർജിയുണ്ട്, ലിക്വിഡ് എനർജിയുണ്ട്, അഗ്നിയുടെ എനർജിയുണ്ട്,
വായുവിൻ്റെ എനർജിയുണ്ട്, ശബ്ദത്തിൻ്റെ എനർജിയുണ്ട്, ചിന്തനത്തിൻ്റെ എനർജിയുണ്ട്, ആത്മീയ എനർജിയുണ്ട്. മൂലാധാരത്തിൽ നിന്നും സഹസ്രാരം വരെ 7 ചക്രങ്ങൾ, ഊർജത്തിൻ്റെ ശക്തിയുടെ കേന്ദ്രങ്ങൾ. ദിവസവും നിങ്ങളുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ നിങ്ങൾ കുത്തിവെക്കുമ്പോൾ, നിങ്ങളുടെ മൊബൈലിലേക്ക് ചാർജ് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, കറണ്ട് അതിലേക്ക് പ്രവഹിക്കുമ്പോൾ, നിങ്ങൾ പ്ലഗ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ചാർജ് ഇല്ലാത്തൊരു ബാറ്ററി റീചാർജ് ആവുന്നു. ഇതുപോലെ നമ്മുടെ മനസ്സിനെ റീചാർജ് ചെയ്യാനുള്ള സകല ഊർജവും നമുക്ക് തന്നിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. മനസ്സിലാക്കൂ നിങ്ങളത്. ഈ ഊർജത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാനുള്ള വിദ്യയാണ് 7 ദിവസം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. എങ്ങനെ നിങ്ങളിലുള്ള ഊർജം നിങ്ങൾക്ക് കണ്ടെത്താം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റീചാർജിങ് യുവർ സെൽഫ്. നിങ്ങൾക്കത് മനസ്സിലായാൽ, ഇത് നിങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുത്താൽ അവരെ തളർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അനുഭവങ്ങളല്ല നമ്മളെ തളർത്തുന്നത്, നമ്മുടെ സ്വന്തം മനസ്സാണെന്ന് കൃഷ്ണൻ ഗീതയിലും ഭാഗവതത്തിലും അടിവരയിട്ട് പറയുന്നു. കൃഷ്ണൻ്റെ സിദ്ധാന്തം തുടങ്ങുന്നത് തന്നെ മനസ്സുകൊണ്ടാണ്. ഭഗവാൻ പറയുന്നു, അർജുന, നീ തളർന്നതിന് കാരണം അനുഭവങ്ങളല്ല നിന്നെ തളർത്തുന്നത്, വിധിയല്ല നിന്നെ തളർത്തുന്നത്. നേരത്തെ ശ്രീ ഗംഗാധരൻ ഡോക്ടർജി അദ്ദേഹം പറഞ്ഞു, ഞാൻ ധാരാളം ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലൂടെ കടന്നു പോയിട്ടുണ്ട്. പലരും കൈവിട്ടിട്ടുണ്ട്, പലരും ഉപേക്ഷിച്ചതൊക്കെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഉപേക്ഷിക്കാൻ തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നിമിഷം മനസ്സ് ദുർബലമാകുന്നു. ഇതൊരു ഭാരമായി തീരുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് കൈവിടുന്നത്. ഒരു ധീരതയുള്ള മനസ്സൊരിക്കലും കൈവിടില്ല. അനുഭവങ്ങളെ നേരിടാൻ കഴിയാത്തവരാണ് ആത്മഹത്യയിലേക്കും കൈവിടുന്നതിലേക്കും പോകുന്നത്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ധീരരാക്കിയിട്ടില്ലെങ്കിൽ നാളെ അവരും കൈവിടും പലരെയും. കാരണം അവർക്ക് ചോദ്യം വരും മുന്നിൽ, എനിക്കിത് സഹിക്കാൻ പറ്റുമോ? എനിക്കിവരെ കൊണ്ടു നടക്കാൻ സാധിക്കുമോ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഈ കൈവിടുന്ന സിദ്ധാന്തം വന്നിട്ടുണ്ട്, ചിന്തനം വന്നിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം. സ്വന്തം അച്ഛനും അമ്മയും തളർന്നു പോയാൽ ഭാരമാവില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവില്ലേ? ഉണ്ടാകുമോ ഇല്ലയോ? നമ്മളൊക്കെ ചിന്തിക്കുന്നതാണ്, എനിക്കൊരു ഭാരമാവില്ലേ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഗുരുവായൂരിൽ താമസിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു കലാകാരനെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപേക്ഷിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിനെ എൻ്റെ കൂടെ ആ വീട്ടിൽ താമസിപ്പിക്കണം, ഗുരുവായൂരിലുള്ള. ഞാൻ പറഞ്ഞു, എനിക്കൊരു വിരോധവും ഇല്ല, പക്ഷേ എനിക്കുള്ളൊരു വിഷമം, ഞാൻ അവിടെ താമസിക്കില്ല, ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിനെ നോക്കാൻ ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിനെ നോക്കാൻ ഒരാളെ ഏർപ്പാടാക്കി. ആ ആൾ അദ്ദേഹത്തിനെ വിട്ടു. കാരണം അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവങ്ങളൊന്നും അവർക്ക് പിടിക്കുന്നില്ല. കുറേ കഴിഞ്ഞ് അദ്ദേഹത്തിന് എല്ലാവരും കൈവിട്ടു. ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടുവന്നാക്കിയ അദ്ദേഹത്തിനോട് പറഞ്ഞു, നോക്കൂ, ഇദ്ദേഹത്തിനെ ഇവിടെ വന്ന് നരകിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇദ്ദേഹത്തിനെ നോക്കാൻ പറ്റുന്ന വേറെ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിയത് നല്ലത്. നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് നിറവേറ്റണം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു കാര്യം, എപ്പോൾ ഒരു വ്യക്തി ഭാരമാണെന്ന് തോന്നുന്നുവോ അപ്പോൾ കൈവിട്ടു പോകും പലരും. കാരണം ധീരതയില്ല മനസ്സിന്. ആ ധീരമായൊരു മനസ്സ് നമ്മൾ നേടിയെടുത്താൽ തീർച്ചയായിട്ടും ഒരു കൂട്ടായൊരു ധീരത വേണം. ഒരു വ്യക്തിക്ക് മാത്രം ധീരതയുള്ളത് കൊണ്ട് കാര്യമില്ല. അവിടെയാണ് നമുക്ക് ഈ ഭാഗവതത്തിൻ്റെ പ്രസക്തി, ഒരു ധീരതയുള്ള മനസ്സ് നേടാൻ. അപ്പം അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഭാഗവത സപ്താഹം കേൾക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് 7 ദിവസം കൊണ്ട് നിങ്ങൾ ധീരരാവും. ഇന്ന് രാവിലെയും ഞാനൊരു അമ്മ എന്നോട് പറയായിരുന്നു, സ്വാമിജി എനിക്ക് ക്യാൻസറാണ്, ഇന്ന് രാവിലെ ക്യാൻസറാണ്, പക്ഷേ സ്വാമിജിയുടെ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, അതെൻ്റെ മനസ്സിന് നല്ല ധൈര്യം തരുന്നുണ്ട്. ഞാൻ അവരോട് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ശരീരത്തിനെ ക്യാൻസർ ഉള്ളൂ, മനസ്സിന് ക്യാൻസർ ഇല്ല. അത് മറക്കരുത് നിങ്ങളെന്ന്. ശരീരത്തിന് ക്യാൻസർ വന്നിട്ടുണ്ടാവാം, മനസ്സിന് എവിടെയാണ് ക്യാൻസർ? പക്ഷെ മനസ്സിൻ്റെ ക്യാൻസറാണ് ദൗർബല്യം. കൃഷ്ണൻ പറയും, എവിടെ നിങ്ങൾ മനസ്സ് തളരുന്നുണ്ടോ, എവിടെ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുന്നുണ്ടോ, നിങ്ങളന്ന് ക്യാൻസർ പേഷ്യൻ്റാണ്, നിങ്ങൾ രോഗികളാണ്. കൃഷ്ണൻ്റെ സന്ദേശം തന്നെ അതാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ഠ പരന്തപ. ഹൃദയം, മനസ്സ് എവിടെ ദൗർബല്യമാകുന്നോ അവിടെ നിങ്ങൾ രോഗികളാണ്. ഇപ്പോൾ രോഗമില്ലാത്തൊരു മനസ്സിനെ നേടുക. ശരീരത്തിന് എന്ത് ക്യാൻസർ വന്നാലും എന്ത് അസുഖം വന്നാലും
അതൊന്നും മനസ്സിനെ തളർത്താത്ത വിധത്തിൽ ധീരരായി മാറുക. എന്തെല്ലാം പ്രതിസന്ധികൾ ചുറ്റും വന്നാലും തളരാത്തൊരു മനസ്സ് നേടുക. അപ്പം നമ്മളിൽ തന്നെ ആ ഒരു ഊർജം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. ഒരു കഥ ഞാൻ പറഞ്ഞു കേട്ടത് കുട്ടികളുടെ കഥയാണ്. ഒരിക്കൽ ഉറുമ്പിൻ്റെ ഒരു മോഹം, ഒരു രാജ്യത്തിൽ ഉറുമ്പ് രാജാവുണ്ടായിരുന്നു. ഉറുമ്പ്, അദ്ദേഹത്തിന് സുന്ദരിയായൊരു മകളും ഉണ്ടായിരുന്നു. അപ്പം ഈ ഉറുമ്പ് രാജാവിനൊരു മോഹം, തൻ്റെ മകളെ, സുന്ദരിയായ മകളെ, ഉറുമ്പ് സുന്ദരിയെ വിവാഹം കഴിച്ചു കൊടുക്കണം ഒരു ധീരനായ ഒരാൾക്ക്. അപ്പം അദ്ദേഹത്തിനോട് നാരദ മഹർഷി പറഞ്ഞു അത്രേ, ഏറ്റവും ധീരനായിട്ടുള്ള ശക്തനായിട്ടുള്ള തേജസ്സാർന്ന ഒരാൾ സൂര്യദേവനാണ്. അതുകൊണ്ട് മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സൂര്യദേവന് കല്യാണം കഴിച്ചു കൊടുക്കും. ഈ ഉറുമ്പ് രാജാവ് തപസ് ചെയ്തു സൂര്യനെ പ്രത്യക്ഷപ്പെടുത്താൻ. സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു ഉറുമ്പിനോട്, ഉറുമ്പ് രാജൻ, എന്താണ് അങ്ങേക്ക് വേണ്ടത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് സുന്ദരിയായൊരു മകളുണ്ട്, ദേ നോക്കൂ, അവളെ ഞാൻ അങ്ങേക്ക് തരാൻ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ സൂര്യദേവൻ ചോദിച്ചു, ഇന്നാണെങ്കിൽ കൊണ്ടുപോകാൻ തയ്യാറായിരിക്കാം. പക്ഷെ സൂര്യദേവൻ പാലക്കാട്ടുകാരനായതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എന്തിനാ എനിക്ക് തരുന്നതെന്ന്. പറഞ്ഞു, അങ്ങ് ധീരനാണ്. അത് കേട്ടപ്പോൾ സൂര്യദേവൻ പറഞ്ഞു, ഞാൻ ധീരനോ? എൻ്റെ ഉറുമ്പ് രാജൻ, പലപ്പോഴും അങ്ങ് കണ്ടിട്ടില്ലേ, ഞാൻ ഉദിച്ചുണർന്നാലും എൻ്റെ വെളിച്ചത്തെ ഭൂമിയിൽ എത്താൻ തടസ്സപ്പെടുത്തുന്ന കനത്ത കാർമേഘത്തെ അങ്ങ് കണ്ടിട്ടില്ലേ? ആ കാർമേഘത്തിന് എന്നെ മറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് അങ്ങ് കണ്ടിട്ടില്ലേ? ഞാനാണോ ധീരൻ? ആ കാർമേഘത്തിന് കൊടുക്കൂ മകളെ എന്ന്. പാവം ഈ ഉറുമ്പ് രാജൻ, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എന്നാലൊരു പ്രതീക്ഷ ഉണ്ടായി, ധീരനായിട്ടൊരു കാർമേഘമുണ്ടല്ലോ. അങ്ങനെ കാർമേഘത്തെ പ്രത്യക്ഷപ്പെടുത്തണം. കാർമേഘം എന്ന് പറഞ്ഞാൽ വരുണനാണ്. അങ്ങനെ വരുണനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു, എന്താ അങ്ങയ്ക്ക് വേണ്ടത്? കണ്ടില്ലേ എൻ്റെ സുന്ദരിയായ മകള്, അങ്ങാണെങ്കിൽ കൃഷ്ണനെ പോലെ കാർമേഘവർണ്ണൻ, സുന്ദരൻ, ധീരൻ, സൂര്യനെപ്പോലും മറയ്ക്കാൻ കഴിയുന്നവൻ. അതുകൊണ്ട് അങ്ങയ്ക്ക് ഞാൻ എൻ്റെ മകളെ തരാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ വരുണദേവൻ, കാർമേഘം പറഞ്ഞു, അങ്ങയ്ക്ക് തെറ്റുപറ്റി. എന്നെയാണ് അങ്ങ് ധീരനായി കാണുന്നത്? അങ്ങ് കണ്ടിട്ടില്ലേ, ഒരു വശത്ത് നിന്ന് കാർമേഘത്തെ വേറൊരു വശത്തേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? വായുദേവനെ കണ്ടിട്ടില്ലേ? എന്നേക്കാളും ശക്തി വായുവിന് ഉണ്ട് എന്ന് അങ്ങേക്ക് തിരിച്ചറിഞ്ഞുകൂടെ? പാവം, അവിടെയും പ്രതീക്ഷ പോയി. എന്നാലൊരു പ്രതീക്ഷ ആരുണ്ട്? വായുദേവനുണ്ട്. തപസ് ചെയ്തു, പ്രത്യക്ഷപ്പെടുത്തി വായുദേവനെ. കൈകൂപ്പി നമസ്കരിച്ചു. വായുദേവ, കൈവിടരുത്, എൻ്റെ സുന്ദരിയായ മകളെ അങ്ങേക്ക് തരണു. അങ്ങാണെങ്കിൽ ഒരു ഗുണം കൂടിയുണ്ട്. എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മകളെ കറക്കിക്കൊണ്ട് നടന്നോളൂ, ഒരു ഭാഗത്ത് മാത്രം ഇരുത്തില്ല. അവൾക്ക് അത് തന്നെയാണ് ആഗ്രഹം. ഇന്നിപ്പോൾ പലർക്കും, പെൺകുട്ടികൾക്കും അതാ മോഹം, കറങ്ങി നടക്കണ ഭർത്താവിനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിലെ ശാന്തിമാർക്കൊന്നും പെണ്ണ് കിട്ടാനില്ല. കാരണം അവർക്ക് കറക്കല്ലാത്തതുകൊണ്ട്. തമാശയല്ല, ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ശാന്തി ചെയ്യാൻ ഇപ്പോൾ ആർക്കും താല്പര്യമില്ല. കാരണം ശാന്തി ചെയ്തോ പെണ്ണ് കിട്ടില്ല. അതാണ് അവസ്ഥ. ഏതായാലും വായുദേവൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, എന്തിനെനിക്ക് തരണം? ഞാൻ ശക്തനായതുകൊണ്ടോ? ഞാനല്ല ശക്തൻ. പാലക്കാട്ടേക്ക് വരൂ, നോക്കൂ, വലിയ പർവ്വതം, സഹ്യപർവ്വതം അങ്ങനെ നിരന്ന് കിടക്കണു. പർവ്വതങ്ങൾ അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടില്ലേ? ആ പർവ്വതങ്ങളൊക്കെ വിചാരിച്ചാൽ എൻ്റെ കാറ്റിൻ്റെ ഗതി മുഴുവൻ തടഞ്ഞു നിർത്താൻ ആ പർവ്വതത്തിന് സാധിക്കും. പാലക്കാട്ടുകാർക്ക് ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഇപ്പോൾ കാറ്റിൻ്റെ കാലമാണല്ലോ. ഏതായാലും ആ പർവ്വതത്തിന് അങ്ങ് മകളെ കൊടുക്കും. പാവം വീണ്ടും പ്രതീക്ഷ പോയി. എന്നാലും ഒരു പ്രതീക്ഷ ഇപ്പുറത്തുണ്ട്, പർവ്വതത്തിന് കൊടുക്കാം. അങ്ങനെ പർവ്വതത്തെ തപസ് ചെയ്ത് സഹ്യപർവ്വതം പ്രത്യക്ഷപ്പെട്ടു. സഹ്യൻ ചോദിച്ചു, ഉറുമ്പ് രാജൻ, എന്താ അങ്ങയ്ക്ക് വേണ്ടത്? പറഞ്ഞു, എൻ്റെ സുന്ദരിയായ മകളെ ധീരനായ അങ്ങയ്ക്ക് തരണോ. ധീരനോ? ഞാനോ? അങ്ങയ്ക്ക് എന്നെ ധീരനെങ്ങനെ വിളിക്കാൻ തോന്നി? വായുവിനെ തടഞ്ഞു നിർത്തുന്നു, വായുവിൻ്റെ ഗതി അങ്ങ് മാറ്റിമറയ്ക്കുന്നു. ഇത് കേട്ടപ്പോൾ പർവ്വതം പറഞ്ഞു, എൻ്റെ ഉറുമ്പ് രാജൻ, അങ്ങൻ്റെ പർവ്വതത്തെ ഒന്ന് നടന്നു നോക്കൂ ചുറ്റും. അതിൻ്റെ അകത്ത് മുഴുവൻ ചെറിയ ചെറിയ ഗുഹകൾ, പുറ്റുകൾ,
എന്നെ ഇഞ്ചിഞ്ചിഞ്ചായി പൊടിച്ച് മണ്ണാക്കാൻ കഴിയുന്ന കുറേ ആളുകൾ അതിൻ്റെ അകത്തുണ്ട്. പോയി നോക്കൂ ആരാണെന്ന്. ഉറുമ്പ് രാജൻ പോയി നോക്കിയപ്പോൾ ഉറുമ്പ് ഈ പർവ്വതത്തെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു ആരാണെന്നോ? ഉറുമ്പാണ്. ഉറുമ്പ് രാജൻ എന്നെ പോലും പൊടിച്ച് തകർക്കാൻ സാധിക്കുന്ന ഉറുമ്പിന് കല്യാണം കഴിച്ചു കൊടുക്കും. അപ്പോഴാണ് ഉറുമ്പിന് മനസ്സിലായത്, ഞങ്ങളെപ്പോലെ ശക്തന്മാരായ ലോകത്തിൽ ആരുമില്ല. ഇതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ എവിടെ അന്വേഷിക്കുന്നത്, ശക്തി അന്വേഷിക്കുന്നു, അത് നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ സൂര്യദേവൻ്റെ പിന്നാലെ പോയിക്കോളൂ, വായുദേവൻ്റെ പിന്നാലെ പോയിക്കോളൂ. ഏതൊക്കെ ദേവൻ്റെ പിന്നാലെ പോയാലും അവസാനം ശബരിമലയിൽ എത്തുമ്പോൾ പറയും തത്വമസി എന്ന്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണത്, നിങ്ങളിൽ തന്നെയാണത്. നമ്മളിൽ തന്നെയുള്ള ഊർജപ്രവാഹത്തെ അതിലേക്കൊന്ന് കണക്ട് ചെയ്യണം. നമ്മളിൽ തന്നെയുള്ള ശക്തി, വലിയ ശക്തി, ആത്മശക്തി, മനഃശക്തി, ഈ ശക്തികളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്താൽ നിങ്ങൾ ധീരരായി. അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ. നമ്മൾ നോക്കൂ, ഡൽഹിയിൽ നടന്ന ഒരു സംഭവം ഇന്ന് വലിയൊരു ചർച്ചാ വിഷയമായി ഭാരതത്തിൽ. ഒരു പെൺകുട്ടിയെ 5-6 പേര് ചേർന്ന് നശിപ്പിച്ചത്. എന്നാൽ ഒരു സഭയുടെ മുന്നിൽ വെച്ച്, സ്വന്തം ഭർത്താക്കന്മാരുടെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടിയെ സാരി വലിച്ച് അപമാനിക്കുന്നൊരു ചിത്രം മഹാഭാരതത്തിലുണ്ട്. പാഞ്ചാലി എന്ന് പറയുന്നൊരു കഥാപാത്രം. ആ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ദുര്യോധനാദികൾ, നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ആളുകൾ, ഇതിൻ്റെ ഇടയിലൊക്കെ തളർന്നു വീണ ഒരു പാഞ്ചാലിയല്ല മഹാഭാരതം നമുക്ക് കാണിച്ചു തരുന്നത്. സാരി വലിക്കുന്ന സമയത്ത്, ഞാനിത് പറയുമ്പം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു കഥ. ഞാൻ പണ്ട് ഒരു സ്കൂൾ ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ ചെല്ലുന്നു എന്ന് കേട്ടപ്പോൾ കുട്ടികളോട് അധ്യാപികമാർ ഈ പഞ്ചാലി വസ്ത്രാക്ഷേപം ഒന്ന് കാണിക്കാൻ, ഒരു സ്കിറ്റ് കാണിക്കാൻ ഏർപ്പാടാക്കി. ഞാൻ ഇപ്പോഴും മറക്കില്ല അത്. സ്ഥലമൊന്നും ഞാൻ പറയില്ല, പാലക്കാട് തന്നെയാണ് അതും. അപ്പോൾ അവർ പാഞ്ചാലി ഏർപ്പാടാക്കിയത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെയാണ്. ആൺകുട്ടികളാണ്, എല്ലാം ആൺകുട്ടികൾ. പാഞ്ചാലിയും ആൺകുട്ടിയാണ്, ദുശാസനും ആൺകുട്ടിയാണ്. ഈ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന, ഞാൻ പിന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. 5 സാരികൾ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഈ ദുശാസനോട് പറഞ്ഞിട്ടുണ്ട് 4 സാരി വലിക്കുമ്പോഴേക്കും തളർന്നു വീഴണമെന്ന്. അങ്ങനെയാണത് വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും 4 സാരി വലിക്കുമ്പോഴേക്കും പാഞ്ചാലി കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പോഴേക്കും ഭഗവാൻ പ്രത്യക്ഷപ്പെടും ബാക്കിയുള്ള സാരിയായിട്ട്. അപ്പോഴേക്കും ദുശാസനൻ വീഴണം. ഞാൻ നോക്കുന്ന സമയത്ത് ദുശാസനൻ സാരി വലിക്കുന്നു. സാരി വലിച്ച് 4ാമത്തെ സാരി വലിക്കുമ്പോഴേക്കും കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴേക്കും പാഞ്ചാലിയുണ്ട് ഒരു ട്രൗസറിൻ്റെ മുകളിൽ നിൽക്കണം. പാഞ്ചാലി തളർന്നു വീണു. സംഭവം എന്താ പിന്നെ മനസ്സിലായത്? സംഭവം എന്താ ഉണ്ടായത് വെച്ചാൽ, ഈ സാരി തയ്പ്പിച്ച ആൾ 5 സാരിക്ക് വരെ 4 എണ്ണ അതിലും പിശുക്കത്തരം കാണിച്ചു. അതിലൊന്ന് മാറ്റി, കാരണം പയ്യന് വണ്ണമില്ല എന്നും പറഞ്ഞിട്ട് അവർ മാറ്റി. ഈ ദുശാസനൻ ഭാവം ഇതറിയില്ല. ദുശാസനൻ ഓർഡർ കൊടുത്തിരിക്കുന്നത് 4 വലിച്ചു കഴിഞ്ഞാൽ വീണോളെന്നാണ്. കൃത്യം 4 കഴിഞ്ഞപ്പോഴേക്കും പാഞ്ചാലി വീണു. കാരണം പാഞ്ചാലി ട്രൗസറിൻ്റെ മുകളിൽ. ഇതുപോലെയുള്ള പാഞ്ചാലിയല്ല നമുക്ക് ഭാരതം കാണിച്ചു തരുന്നത്. എല്ലാവരുടെ മുന്നിലും വെച്ച് ദുശാസനനെ തളർത്തിയ ഒരു പാഞ്ചാലി. ഈ ഒരു വാക്കുണ്ടല്ലോ, ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഇത് നടന്നൊരു കഥയാണ്. ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ 150ാമത് വാർഷികം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു രാമകൃഷ്ണ പരമഹംസരുടെ ഭാര്യ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ദൈവതുല്യം എല്ലാവരും ആരാധിക്കുന്ന ശാരദാദേവി. ആ ശാരദാദേവിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. ആ കാലഘട്ടത്തിൽ ശൈശവ വിവാഹമുണ്ടായിരുന്നു. ദേവിയുടെ കല്യാണം 7ാമത്തെ വയസ്സിലാണ് നടന്നത്. പക്ഷേ പെൺകുട്ടികൾക്ക് പ്രായമാവാതെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കില്ല. പ്രായമായതിനു ശേഷം പിതാവ് രാമകൃഷ്ണ പരമഹംസരുടെ വീട്ടിലേക്ക്, അന്ന് അദ്ദേഹം ഒരു പൂജാരിയാണ്, ക്ഷേത്ര പൂജാരി, കൊണ്ടുവരികയാണ് കൽക്കത്തയിലേക്ക്, ദക്ഷിണേശ്വരത്തിലേക്ക്. കൊണ്ടുവരുന്ന സമയത്ത് വഴിയിൽ വെച്ച്
ഒരു കശ്മലൻ ആ ദേവിയുടെ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ അപഹരിക്കാനായി അവരുടെ പിന്നാലെ കൂടി. എന്താണ് അദ്ദേഹത്തിൻ്റെ ദുരുദ്ദേശം എന്ന് മനസ്സിലായില്ല. എന്തായാലും പിന്നാലെ കൂടി. സ്വന്തം അച്ഛനെ പോലും അറിയിക്കാതെ ഈ പെൺകുട്ടി, ഇത് മനസ്സിലാക്കിയ പെൺകുട്ടി ശാരദാദേവി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ തളരരുതെന്ന് മനസ്സിലാക്കി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പോയിക്കോളൂ, ഞാൻ പോയിക്കോളാം, എനിക്ക് കൂട്ടിന് വേറെ ആളുണ്ട് എന്ന്. തന്നെ ആക്രമിക്കാനാണ് വരുന്നതെന്ന് തിരിച്ചറിവോടുകൂടി ദേവി അച്ഛനെ പറഞ്ഞയച്ചു. ആ ആക്രമിക്കാൻ വന്ന ആളുടെ കണ്ണിലേക്ക് ഇമ വെട്ടാതെ കണ്ണുകൊണ്ട് അയാളെ തളർത്തി എന്നാണ്. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് എത്ര പേർക്കത് സാധിക്കും? കണ്ണിലേക്ക് നോക്കി തളർത്തി. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ മുന്നിൽ നടക്കൂ, മകൾ പിന്നിൽ വരാം. രാമകൃഷ്ണ പരമഹംസരുടെ ഭവനം വരെ തന്നെ ആക്രമിക്കാൻ വന്നവനെ സെക്യൂരിറ്റി ഓഫീസറായി മുന്നിൽ വെച്ച്, തൻ്റെ സെക്യൂരിറ്റിക്കാരനായി മുന്നിൽ വെച്ച് നടത്തിക്കൊണ്ടുപോയ ശാരദാദേവിമാരെയാണ് ഇന്ന് നമുക്ക് ആവശ്യം. അവരെയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള കുറേ ശാരദാദേവിമാരെ നമ്മൾ സൃഷ്ടിക്കണം. ദുശാസനെ തളർത്തിയ പാഞ്ചാലിമാരെ നമ്മൾ സൃഷ്ടിക്കണം. സ്വന്തം പിതാവിൻ്റെ ക്രൂരതയിൽ തളരാത്ത പ്രഹ്ലാദന്മാരെ നമ്മൾ സൃഷ്ടിക്കണം. അതിനാവട്ടെ ഈ ഭാഗവത സപ്താഹം. ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിൽ ക്രൂരന്മാര് അവരെ വകവരുത്തിയത് കൊണ്ടോ അവരെ ഷണ്ടന്മാരാക്കിയത് കൊണ്ടോ ഒരിക്കലും, നോക്കൂ, നിങ്ങൾ ശിക്ഷ കൊടുത്തത് കൊണ്ട് മാത്രം എല്ലാ രാഷ്ട്രീയക്കാരും അതാ പറയുന്നത്, ശിക്ഷ കൊടുക്കൂ, ശിക്ഷ കൊടുക്കൂ എന്ന്. ശിക്ഷ കൊടുക്കരുതെന്നല്ല പറയുന്നത്, ശിക്ഷ കൊടുക്കണം, പക്ഷെ ശിക്ഷണം കൊടുക്കണം കുട്ടികൾക്ക്. വെറും ശിക്ഷ മാത്രം പോരാ. ഇന്ന് നമുക്ക് ശിക്ഷണത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട്. ശിക്ഷ കൊണ്ട് മാത്രം ലോകം നന്നാകുമായിരുന്നുവെങ്കിൽ ലോകത്തിൽ നന്നാവേണ്ടുന്ന ഒരേ ഒരു രാജ്യം സൗദി അറേബ്യയാണ്. കാരണം അവിടുത്തെ ശിക്ഷ പോലെ ലോകത്തിൽ എവിടെയും ശിക്ഷയില്ല. ഒരു സ്ത്രീ അന്യപുരുഷൻ്റെ കൂടെ പോയാൽ വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞാൽ എല്ലാവരുടെ മുന്നിലും വെച്ച് കല്ലെറിഞ്ഞ് ആ പെണ്ണിനെ കൊല്ലുന്ന ഒരു പ്രാകൃത ശിക്ഷ ഇന്ന് സൗദി അറേബ്യയിലുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെ മുന്നിലും വെച്ച് തല്ലിക്കൊല്ലുന്ന, അതെങ്ങാനും കാണുന്നതിന് വേദന അനുഭവിച്ച് കണ്ണടച്ചാൽ അവരെ പോലും ശിക്ഷിക്കുന്ന പോലീസ് വിഭാഗങ്ങളുള്ള സൗദി അറേബ്യയിൽ, മുസ്ലിം രാജ്യത്തിൽ, ഇസ്ലാമിക രാജ്യത്തിൽ, നിയമത്തിൽ കടുത്ത ശിക്ഷയുണ്ടെങ്കിലും അവിടെയും ക്രൂരതകൾക്ക് യാതൊരു കുറവുമില്ല. നമുക്ക് ക്രൂരന്മാരെ ശിക്ഷിച്ചതുകൊണ്ട് ലോകം നേരെയാവുമെന്ന് നിങ്ങൾ പറയരുത്. ക്രൂരതയെ ഒരു ഭാഗത്ത് അംഗീകരിക്കണം എന്നല്ല പറയുന്നത്. ക്രൂരതയേക്കാൾ ക്രൂരതയെ തോൽപ്പിക്കാൻ സാധിക്കുന്ന ആത്മബലം നമ്മൾ നേടിയെടുക്കണം. ഇത് ഗാന്ധിജി കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും തോക്കുകൊണ്ട് നടക്കുന്ന സമയത്ത് വെറും കയ്യിലൊരു വടിയും കൊണ്ട്, അല്ലേ, വേറെ ഒരായുധവുമില്ലാതെ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരെ അവരുടെ മനോബലം തോൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളുടെ മുന്നിൽ വലിയ കഥയൊന്നല്ല. എത്രയോ മഹാന്മാർ. നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ മഹത്വം അതാണ്. മനസ്സുകൊണ്ട് കീഴ്പ്പെടുത്താൻ സാധിക്കുക. ആ മനസ്സിനത്രയും ആത്മധൈര്യം വേണം, ആത്മബലം വേണം. ഭാഗവതം തുടങ്ങുന്നത് തന്നെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കരുത് ഭാഗവതം എന്ന് പറയുന്നത് ദൈവഗ്രന്ഥമാണെന്ന്. ഞാൻ നോക്കുമ്പോൾ ലോകത്തിൽ മറ്റു മതങ്ങളൊക്കെ ദൈവശാസ്ത്രങ്ങളാണ് പറയുന്നത്, ദൈവഗ്രന്ഥങ്ങളാണ് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ. നമ്മുടേത് ആത്മീയ മനഃശാസ്ത്രമാണ്. അവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയത്. നിങ്ങൾ കൃഷ്ണനെ കാണുന്നതുണ്ടല്ലോ, ഒരു ദൈവമായി കണ്ടുപോയി. അതാണ് നമുക്കൊക്കെ പറ്റിയ വീഴ്ച. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഈശ്വര വിശ്വാസം. എനിക്ക് വിഷമം തോന്നുന്നൊരു വാക്കാണ് ഈശ്വര വിശ്വാസം. നിങ്ങൾക്കൊക്കെ ഈശ്വര വിശ്വാസം ഉണ്ടല്ലോ? ഇല്ലയോ? എത്ര പേർക്ക് ഈശ്വര വിശ്വാസം ഉണ്ടെന്ന് കൈപ്പൊക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും, ഭൂരിപക്ഷ ആളുകൾക്ക് ഈശ്വര വിശ്വാസമുണ്ട്. ഈശ്വര വിശ്വാസമുള്ളവരൊക്കെ മഹാവിഡ്ഢികളാണ് എന്നെ സംബന്ധിച്ച്. ഉള്ള സത്യം തുറന്നു പറയാലോ. ഇത് നിങ്ങളെ പഠിപ്പിച്ചത് 2000 വർഷങ്ങൾക്ക്. ഈ 2000 വർഷങ്ങൾക്കുണ്ടല്ലോ നമ്മുടെ ഭാരതീയ സംസ്കാരം നമുക്ക് വിട്ടുപോയി. നമ്മൾ സത്യത്തിൽ ഭാരതീയരല്ല ഇന്നിപ്പോൾ. ഭാരതത്തിൽ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ സംസ്കാരം മുഴുവൻ ഇതര സംസ്കാരം. മറ്റുള്ള മതസംസ്കാരങ്ങൾ പറയുന്നതാണ് വിശ്വാസം. ഈ വാക്ക് എത്ര തെറ്റാണ് നോക്കൂ നിങ്ങൾ. ഈ വാക്ക് ശരിയല്ല, വിശ്വാസം. നിങ്ങൾ ഇനി മുതൽ പറയരുതേ. ഇനി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വിഡ്ഢിന്ന് വിളിക്കും. കാരണം ഈശ്വര വിശ്വാസം എന്നുള്ളൊരു വാക്ക് തെറ്റായൊരു വാക്കാണ്. ആ വാക്ക് ഉപയോഗിക്കരുത്. നമ്മുടെ ഋഷിമാർ ഉപയോഗിച്ചിട്ടില്ല ആ വാക്ക്.
നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഞാനും നിങ്ങളെപ്പോലൊരു വിഡ്ഢിയാണ്, അതുകൊണ്ടാണ് ഞാനും ആ വാക്കുകളൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ ആരെങ്കിലും പറയോ, നിങ്ങളുടെ ഭാര്യയെ ചൂണ്ടിക്കാണിച്ച് ആരെങ്കിലും ചോദിക്കുകയാണ് ഇതാരാണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും പരിചയപ്പെടാൻ വേണ്ടി ചോദിച്ചാൽ എത്ര പേര് പറയും ഇതെൻ്റെ ഭാര്യയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന്? ഒന്ന് പറയും, ഒന്ന് കൈപൊക്കും. നിങ്ങളുടെ ഭാര്യ ഒന്ന് തരും നിങ്ങളുടെ ചെകിടത്ത്. വിശ്വാസമാണോ ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നുള്ളത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ പറയുകയാണ് ഇതെൻ്റെ ഭർത്താവാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. ഇതെന്താ തമിഴ്നാടോ? തമിഴ്നാട്ടിലാണെങ്കിൽ ചിന്ന വീടും മറ്റുള്ള വീടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണോ ഇത്? നിങ്ങളുടെ സ്വന്തം കുട്ടികളെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയോ ഇതെൻ്റെ കുട്ടികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു? പറയോ? നിങ്ങൾ പറയില്ല. കാരണം ഭാര്യയാണ്, ഭർത്താവാണ്, മക്കളാണ് എന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. ആണോ അല്ലയോ? ചിലർക്ക് എന്താ സംശയമുണ്ട് അതിൽ? നിങ്ങൾക്ക് ഉറപ്പുണ്ട് അതിൽ. ഉറപ്പുള്ളൊരു കാര്യം നിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ടോ? വേണോ വേണ്ടയോ? ആരും വിശ്വസിക്കേണ്ടതില്ല. വിശ്വാസമുണ്ടോ? ഉറപ്പില്ല. ഉറപ്പുണ്ടോ? അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ദൈവകാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അപ്പം വിഡ്ഢികളല്ലേ നമ്മൾ? ആണോ അല്ലയോ? ഞാനിത് പറയുന്നതിന് കാരണം നിങ്ങൾ അത്ര തെറ്റായി ഉറപ്പിച്ചു കഴിഞ്ഞു ദൈവം എന്ന് പറയുന്നത് ഒന്ന് പുറത്തുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടി വരുന്നത്. എന്നാൽ 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു മാലയിലെ നൂലുപോലെ. ഭഗവാൻ കൃഷ്ണൻ എത്ര മനോഹരമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നതെന്നറിയോ? മത്തപരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോദം സൂത്രേ മണിഗണായിവ. ഒരു മാല കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം ഈശ്വരനെ. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ കോർത്തിരിക്കുന്ന ഒരു ആത്മീയ നൂലുണ്ട്, ഒരു ചൈതന്യ നൂലുണ്ട്. അതിന്നിപ്പോൾ ഞാനിവിടെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. 7 ദിവസം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അന്ന് നിങ്ങൾ പറയും തത്വമസി. നിങ്ങളുടെ ശരീരം ഭൂമിയിലിരിക്കുന്ന പോലെ, വ്യത്യസ്ത ശരീരങ്ങളൊക്കെ ഒരേ ഭൂമിയിലിരിക്കുന്ന പോലെ, വ്യത്യസ്ത മനസ്സുകളൊക്കെ ഒരേ ആത്മീയ ചൈതന്യത്തിലിരിക്കുന്നു. ആ ആത്മീയ ചൈതന്യമാണ് നമുക്ക് ഈശ്വരനെന്ന് നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നോ അന്ന് നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കേണ്ട. നിങ്ങൾ പറയും ഞാൻ ഈശ്വരനെ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ ഈശ്വരനിൽ ആകുന്നു എന്നെനിക്ക് പറയൂ ഉറപ്പുണ്ട് എന്ന് പറയും. നിങ്ങളുടെ വാക്ക് തന്നെ മാറും. ബോധമുണ്ട് എന്നൊരു വാക്ക് പറയും. ബോധം എന്നൊരു വാക്ക് നിങ്ങൾ ഉപയോഗിക്കും. എനിക്ക് ഉറപ്പുണ്ട്. ഈ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ധീരരാണ്. കാരണം നമ്മളൊക്കെ ഒറ്റപ്പെടുന്നിടത്താണ് നമ്മൾ ഭീരുക്കളാവുന്നത്. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തളരില്ല. കൂടെ ഈശ്വരനുണ്ടെന്നൊരു ബോധം നിങ്ങൾക്ക് വന്നാൽ, ബോധം ഉറച്ചാൽ, ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരി നാരായണായ നമ. ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഉറച്ചാൽ തളരില്ല. 7 ദിവസം കൊണ്ട് നമുക്ക് ഇത് നേടിയെടുക്കണം. ഇതിനാവട്ടെ ഈ ഭാഗവത സപ്താഹ വേദി, ഇത്ര ഗംഭീരമായൊരു വേദി നമുക്ക് ഒരുക്കി തന്ന ശ്രീ ശ്യാം ചൈതന്യ അവർകളോടും അതുപോലെ ഈ അഞ്ചുമൂർത്തി ക്ഷേത്ര പ്രവർത്തകരോടും എൻ്റെ അകൈതവമായ നന്ദി, എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം ഇത്രയും ആളുകളിലേക്ക് ഈ മഹത്തായ സന്ദേശം എത്തിക്കാൻ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത അവർക്ക് വലിയൊരു അനുഗ്രഹവും വലിയൊരു ആശീർവാദവും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം നിങ്ങൾ കൊടുക്കണം. കാരണം നമുക്ക് ഒരു പരിവർത്തനം വരുത്തണം. കൃഷ്ണനെ പൂജിച്ച നമ്മൾ, കൃഷ്ണ സന്ദേശത്തെ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങണം. നേരത്തെ പറഞ്ഞു നമുക്ക് ഭഗവത്ഗീത എന്തുകൊണ്ട് നമുക്ക് ഒരു ടെക്സ്റ്റാക്കി മാറ്റിക്കൂടാന്ന് ശ്രീ രാജഗോപാലൻ അവർ പറയണ്ടായി. അത് ഇമ്പോസിബിളാണ്, കാരണം വർഗീയമായി തീരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വെച്ച് നിങ്ങളോട് ഒരു അനുവാദവും ഒരു അനുഗ്രഹവും നിങ്ങളോട് ചോദിക്കണോ? ഞാനും നിങ്ങളും കൂട്ടായി പ്രവർത്തിച്ചാൽ ഈ ഭഗവത്ഗീതയെ നമുക്കൊരു ടെക്സ്റ്റാക്കി മാറ്റാം. അതിനൊരു എളിയ സംരംഭം ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന. ഈ പ്രാവശ്യത്തെ യജ്ഞപ്രസാദം ഒരു 100-ലധികമുള്ള ചെറിയ SMS-കളായി. കാരണം ഇന്ന് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. ഭർത്താവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മൊബൈൽ ഫോൺ വേണമെന്നുള്ളതാണ്.
ഭാര്യ ഇല്ലെങ്കിലും കുഴപ്പമില്ല, മൊബൈൽ ഫോൺ വേണമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായിരിക്കുന്നു മൊബൈൽ ഫോൺ. അതും മൊബൈൽ ഫോണാണെങ്കിൽ എല്ലാവർക്കും അത് ഇന്ന് ഉപയോഗിക്കാൻ അത്യാവശ്യമറിയാം. കുറച്ച് അമ്മമാർക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തമാശ ഒരാൾ പറയായിരുന്നു, ഒരമ്മ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ സമയത്ത് അത് ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ ഗർഭപാത്രത്തിൽ 9ാം മാസം ഇരിക്കുന്ന കുട്ടി പറയാണ്, അതിൻ്റെ ഗ്രീൻ ബട്ടണും സ്റ്റാറും ഒന്ന് അമർത്തിക്കോളൂ എന്ന്, അത് ഓണായിക്കോളൂ എന്ന്. അത്രമാത്രം ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടികൾക്ക് പോലും അതിൻ്റെ ഓപ്പറേഷൻ അറിയാം. അതുകൊണ്ട് ഒരു 100ഓളം SMS തയ്യാറാക്കിയിട്ടുണ്ട് ഭഗവത്ഗീതയെ ബേസ് ചെയ്തിട്ട്. ഇത് നിങ്ങൾ ഓരോ SMS ആഴ്ചയിൽ ഒരിക്കൽ അയക്കുകയാണെങ്കിൽ 365 ദിവസവും ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു 60ഓളം ആഴ്ചകൾ അല്ലെങ്കിൽ 70ഓളം ആഴ്ച, കൃത്യമായിട്ടുള്ള കണക്ക് നോക്കിയിട്ടില്ല. ഓരോ ആഴ്ചയിലും നിങ്ങൾ ഓരോ SMS ഓരോരുത്തർക്ക് അയക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഈ ഭഗവത്ഗീതയെ നമുക്ക് പ്രചരിപ്പിച്ച് ഒരു നാഷണൽ ടെക്സ്റ്റാക്കി നമുക്ക് മാറ്റാം. ഗവൺമെൻറ്റിൻ്റെ ആവശ്യം നമുക്കില്ല. ഹൂ വാണ്ട്സ് ദ ഗവൺമെൻറ്? നമ്മളാണ് ഗവൺമെൻറ്റായിത്തീരുന്നത്. അണ്ണാ ഹസാരെ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ബോധ്യമായിട്ടുണ്ട്, ഗവൺമെൻറ് അല്ല രാജ്യം ഭരിക്കാൻ നിശ്ചയിക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. കാരണം നമ്മളാണ് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയെ നമുക്ക് പുനർത്തൊഴുന്നേൽപ്പിക്കാം. ഇതുപോലെ നമുക്ക് ഭാഗവതവും രാമായണമൊക്കെ SMS ആക്കി മാറ്റിയെടുക്കാം. അതുപോലെ എന്താ പറയുക, ഇമെയിലുകളാക്കി മാറ്റാം, ഫേസ്ബുക്കുകളാക്കി മാറ്റാം. അങ്ങനെ നമുക്കൊരു പരിവർത്തനം വരുത്തി ഈ ഭാരതത്തിലെ ഓരോ മനസ്സിനെയും ധീരോ ഭവ വിജയീ ഭവ രാമോ ഭവ = സംസ്കാരം. ഇതാണ് സംസ്കാരം. ഇങ്ങനെയൊരു മനസ്സാക്കി മാറ്റാൻ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളും എൻ്റെ കൂടെയുണ്ടാവണം. കൂട്ടായി നമുക്ക് പ്രവർത്തിക്കണം. അങ്ങനെ ഒരു പരിവർത്തനം നമുക്ക് 7 ദിവസം കൊണ്ട് ഇവിടെ സാധിക്കും. എവിടുന്ന് തുടങ്ങണം? ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും 2 കാര്യം. ഒന്നാമത്തത് ഭഗവാൻ പറയും, ഈശ്വരനെ വിശ്വസിക്കുകയല്ല വേണ്ടത്, ഈശ്വരനെ അറിയൂ. ആദ്യം അറിയാൻ ശ്രമിക്കും. കൃഷ്ണൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജ്ഞാനം ജ്ഞാതും. കൃഷ്ണൻ പറയും, ഈശ്വരനെ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചാലേ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നമുക്കിന്ന് വേണ്ടത് ആ അറിവാണ്. അതുകൊണ്ട് ഒരു ദൈവത്തെ കാണുന്നതിനേക്കാൾ സുഹൃതമാണ് ഒരു സത്സംഗത്തിൽ പങ്കെടുക്കുന്നത്. കൃഷ്ണൻ്റെ വാക്കുകൾ ഞാൻ പറയാം. ഭഗവാൻ പറയുന്നു, മഹാന്മാർ കൃഷ്ണനെ കാണാൻ വന്ന സമയത്ത് എന്നെ കാണുന്നതിലല്ല പുണ്യം ഇരിക്കുന്നത്, ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയ തേ പുനന്തി പുരുകാലേന ദർശനാദേവ സാധവ. മഹാന്മാരുടെ ദർശനം, മഹാന്മാരുടെ സത്സംഗം, എല്ലാവരും കൂടിച്ചേർന്നിട്ടുള്ള സത്സംഗം, ഇതിനേക്കാൾ വലിയൊരു സുഹൃതം വേറെയില്ല എന്നാണ്. സാക്ഷാൽ കൃഷ്ണൻ ജീവനോടുകൂടി വന്നാലും ആ കൃഷ്ണനെ കാണുന്നതിലല്ല സുഹൃതം. ഭഗവാൻ പറയുന്നു, സത്സംഗത്തിലാണ് സുഹൃതം. ഭാഗവതം പറയുന്നത് സത്സംഗത്തിലൂടെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് അറിവിലേക്ക് ഉയർത്താമെന്നാണ്. അതുകൊണ്ടൊരു വ്യക്തിയുടെ ജീവിതം ധന്യമാകുന്നത്, പവിത്രമാകുന്നത്, ഭാഗ്യമുള്ളതായിത്തീരുന്നത് ഭാഗ്യോദയേന. സാധാരണ ഈ ഭാഗ്യം എന്നുള്ള വാക്ക് എപ്പോഴും ഉപയോഗിക്കുക ലോട്ടറി അടിക്കുമ്പോഴാണ്. കാരണം ഭാഗ്യക്കുറി 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 എന്നാണല്ലോ അതിനെ പറയുക. പക്ഷേ ഇവിടെ ഭാഗ്യം എന്ന് പറയുന്നത് ലോട്ടറിയിലല്ല. കാരണം ലോട്ടറി അടിച്ചവരുടെ ജീവിതമൊന്നും ഭാഗ്യം അവർ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഭാഗ്യം എപ്പോഴാണ് തുടങ്ങുന്നത്? ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ. സത്സംഗമേവം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂടെ കുറേ ആൾക്കാർ സത്സംഗത്തിന് വന്നിട്ടുണ്ട് എന്ന്. എൻ്റെ മേല് മുഴുവൻ സത്സംഗത്തിന് വന്ന ആൾക്കാരാണ്. അപ്പോൾ സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ. സത്സംഗം, ഗുരുരനുഗ്രഹം. ഭാഗവതം കൃഷ്ണനാകുന്ന ഗുരുവാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് കൃഷ്ണൻ തന്നെ പറയുകയാണ്, കൃഷ്ണനോട് ചോദിക്കുകയാണ്, അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഭഗവാൻ പറഞ്ഞു, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ എങ്ങോട്ട് പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവതാർണവാൽ, ഭാഗവതത്തിലേക്ക് ലയിച്ചു ചേരുന്നു. ഭാഗവതമാണ് ഞാൻ. അതുകൊണ്ട് വ്യാസഭഗവാൻ ഭാഗവതത്തിന് പേര് കൊടുത്തു പ്രത്യക്ഷ കൃഷ്ണയേ വഹി. ഭഗവാൻ പ്രത്യക്ഷമായി എവിടെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവതത്തിലുണ്ട്.
ഒരിക്കൽ നിങ്ങളത് കേൾക്കൂ. 7 ദിവസം ഈ ഒരു ശ്രവണം കൊണ്ട് തന്നെ, അറിവോടുകൂടി തന്നെ ഒരു വലിയൊരു മാറ്റം വരാം. എന്നാൽ അറിവിൽ മാത്രം നിന്നാൽ പോരെ. രണ്ടാമത് കൃഷ്ണൻ പറയും ധ്യാനമാണ്. നമുക്കിന്ന് ഈ ധ്യാനം എന്നുള്ള വാക്ക് മാറിയിട്ട് പ്രാർത്ഥന എന്നുള്ളൊരു വാക്കായി മാറി. പ്രാർത്ഥന കൊണ്ട് ഒരു ശക്തിയും കിട്ടാൻ പോകുന്നില്ല. പ്രാർത്ഥനയല്ല നമ്മുടെ ഋഷിമാർ നമ്മളെ പഠിപ്പിക്കുന്നത്, ധ്യാനമാണ്. കൃഷ്ണൻ പോലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് പ്രാർത്ഥനയല്ല. വ്യാസഭഗവാൻ പറയുന്നു കൃഷ്ണൻ രാവിലെ എണീറ്റാൽ എന്താ ചെയ്യുന്നത് എന്ന്. കൃഷ്ണൻ്റെ ഡേ തുടങ്ങുന്നത് അന്ന് 5:45 സ്വാമി ഉദിച്ചൈതന്യ വരാറുണ്ടായിരുന്നില്ല കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ. കൃഷ്ണൻ രാവിലെ തന്നെ തുടങ്ങുന്നത് ഭഗവാൻ വേദവ്യാസ മഹർഷി പറയുന്നു, ബ്രാഹ്മേ മുഹൂർത്തവുത്തായ വാരിഭസ്പർശി മാധവ ദദ്യോ പ്രസന്നകരണം ആത്മാനം തമസപ്പര ദദ്യോ പ്രസന്നകരണം. ഇരുന്ന് ധ്യാനം ചെയ്യുന്നു എന്നാണ്. ഭാരതീയ സംസ്കാരം ധ്യാനത്തിൻ്റെ സംസ്കാരമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഗായത്രി മന്ത്രം ഭൂർഭുവസ്വതൽ. പറയൂ. സവിതൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി എന്നൊരു വാക്കുണ്ട്. ധീമഹി എന്ന് പറഞ്ഞാൽ ധ്യാനിക്കൂ എന്നാണ്. ഭാഗവതവും പറയുന്നത് സത്യം പരം ധീമഹി. ഭാഗവതത്തിൻ്റെ സന്ദേശം അത്, സത്യം പരം ധീമഹി. ധ്യാനിക്കൂ. ധ്യാനത്തിലൂടെ മാത്രമേ, നേരത്തെ രാജേട്ടൻ പറഞ്ഞതുപോലെ, മനസ്സിനെ മുക്തിയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. മുക്തി എന്ന് പറഞ്ഞാൽ ദൗർബല്യത്തിൽ നിന്ന് ഉയർത്താൻ സാധിക്കുക. ധ്യാനേന ആത്മനി പശ്യന്തി, പ്രാർത്ഥനേന ആത്മനി പശ്യന്തി എന്ന് ഞാൻ കേട്ടിട്ടില്ല. 3 തെറ്റുകൾ നമ്മുടെ കുട്ടികളെ ഞാനും നിങ്ങളും പഠിപ്പിക്കണം. അത് ഇതര മതത്തിൽ നിന്ന് വന്നാണ്. 1, അറിയേണ്ട ശക്തികളെ വിശ്വസിക്കാൻ പഠിപ്പിക്കണം. 2, അനുഭവിക്കേണ്ട, ധ്യാനത്തിലൂടെ അനുഭവിക്കേണ്ട ഒന്നിനെ പ്രാർത്ഥിച്ച് നഷ്ടപ്പെടുത്തുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കും തോറും നിങ്ങൾക്ക് ഈശ്വരൻ നഷ്ടമാവുന്നു. പ്രാർത്ഥന നമ്മുടേതല്ല, പ്രാർത്ഥന മറ്റു മതങ്ങളുടേതാണ്. എന്നാൽ നമുക്ക് പ്രാർത്ഥനയില്ലേ? നമുക്ക് പ്രാർത്ഥനയല്ല ഉള്ളത്, നമുക്ക് പ്രാർത്ഥനയല്ല ഉള്ളത്, നമുക്കുള്ളത് കമ്മിറ്റ്മെൻ്റാണ്. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, അങ്ങ് അകലെയുള്ള ദൈവം ലോകം നേരെയാക്കുമെന്ന് പ്രാർത്ഥിക്കുകയല്ല. നമുക്കുള്ളത് ഒരു ഉത്തരവാദിത്വമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ ആകാശത്തിലിരിക്കുന്ന, സ്വർഗത്തിലിരിക്കുന്ന ദൈവമേ ലോകം നേരെയാക്കി തരൂ എന്നല്ല പറയുന്നത്. ഈ ലോകത്തിൽ ശാന്തി ഉണ്ടാവാൻ ഞാൻ പ്രവർത്തിക്കുന്നതാണ്. ഇങ്ങനെ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുന്ന സമയത്ത് അത് പ്രാർത്ഥനയല്ല, പ്രവൃത്തിയാണ്. ഈശ്വരനെ പ്രാപിക്കണം. ഈശ്വരനെ പ്രാപിക്കാൻ, മറ്റുള്ളവരെ അതിലേക്ക് നയിക്കാൻ പ്രവർത്തിക്കണം. ഇതാണ് ഭാരതീയ സംസ്കാരം. 1, വിശ്വാസമാണ് അവർ നമ്മളെ പഠിപ്പിച്ചത്. 2, ധ്യാനത്തിന് പകരം പ്രാർത്ഥന അവർ പഠിപ്പിച്ചു. 3, ദൈവത്തെ ഭയപ്പെടാൻ അവർ പഠിപ്പിച്ചു. സത്യത്തിൽ ദൈവത്തെ ഭയപ്പെടാനല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. നേരത്തെ സിസ്റ്റർ പറഞ്ഞതുപോലെ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണ്ട. ദൈവം നമ്മുടെ കൂടെയുള്ള സത്യമാണ്. അതിനെന്തിനു നിങ്ങൾ ഭയപ്പെടണം? ഭയപ്പെടേണ്ടത് സ്വന്തം മനസ്സിനെയാണെന്ന് കൃഷ്ണൻ പറയുന്നു. കാരണം നിങ്ങളുടെ ബന്ധുവും നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ ശത്രുവും നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളെ തളർത്തുന്നത് ദൈവമല്ല, നിങ്ങളെ തളർത്തുന്നത് നിങ്ങളുടെ മനസ്സാണ്. ആത്മനോ ആത്മൈവ ബന്ധു ആത്മനോ ആത്മൈവ രിപു. ഇതാണ് കൃഷ്ണന്റെ സന്ദേശം. ഭയപ്പെടേണ്ടത് മനസ്സിനെയാണ്, സ്വന്തം മനസ്സിന്. ഒരുപക്ഷെ മനസ്സിനെയാണ് ഭയപ്പെടേണ്ടതെന്നൊരു ബോധം സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയെയും ആരും തകർക്കില്ലായിരുന്നു. കാരണം ഇന്ന് അവരുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. സമൂഹം മുഴുവൻ അവരെ അവഗണിച്ച് ഒരു തൽക്കാല സുഖത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തി ഇന്ന് എത്രത്തോളം നാശകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചു. ലോകം മുഴുവൻ വെറുക്കപ്പെടുന്ന ആളായി മാറിയവർ. സ്വന്തം മനസ്സങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, മനസ്സിലാവുണ്ട് നിനക്ക്, മനസ്സിനെ ഭയപ്പെടണം. കാരണം മനസ്സിനെ നമ്മളെ തെറ്റിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു എന്നറിയില്ല, ഒരു MLA നാട്ടുകാരൊക്കെ കൂടെ പിടിച്ചടിച്ചു, ഒരു നേതാവിനെ ആസാമിൽ. പത്രത്തിൽ ദിവസം വരണോ? മനസ്സിലാവുണ്ടോ? സ്വന്തം മനസ്സിനെ പേടിക്കണം.
ഇന്ന് നമ്മളിത് പരിവർത്തനം വരുത്തിയെടുക്കണം. 7 ദിവസം കൊണ്ട് നമ്മൾ ലോകത്തിൽ പുതിയൊരു സന്ദേശം പകർത്തണം. ഈശ്വരനെ അറിയണം, ഈശ്വരനെ അനുഭവിക്കാൻ നമ്മൾ ധ്യാനം പരിശീലിക്കണം. മൂന്നാമത്തത്, ഈശ്വരനെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണം? സ്വന്തം മനസ്സിനെ ഭയപ്പെടണം. ഈ ഒരു മാറ്റിമറയ്ക്കൽ, ഇതാണ് ഭാരതീയ സംസ്കാരം. ഈ സംസ്കാരത്തെ നമ്മൾ പുനർത്തെഴുന്നേൽപ്പിക്കണം. ഇനി ഒരു കാലം കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ധ്യാനിക്കുന്നവരുടെ സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. ഇന്ന് സംസ്കാരം എന്നുള്ള വാക്ക് തന്നെ പറഞ്ഞാൽ, ഒരു കുട്ടിയോട് ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു, മോനെ എന്താ സംസ്കാരം എന്ന്? കുട്ടി പറഞ്ഞു ശവസംസ്കാരം എന്ന്. കാരണം സംസ്കാരം എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന വാക്ക് ശവസംസ്കാരമാണ്. ഇതും കഴിഞ്ഞ് വേറൊരു ടീച്ചർ എന്നോട് പറയണം, അയ്യോ നമ്മുടെ കുട്ടികളുടെ ഭാവനയ്ക്കൊരതിരില്ല. എൻ്റെ സ്വാമി ഒരു കുട്ടി എഴുതി വെച്ചൊരു കാര്യം, സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടി, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇൻഡസ് വാലി സിവിലൈസേഷൻ. കുട്ടി എഴുതി വെച്ചതാണ്, പണ്ട് സിന്ധു എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത്രേ. അവൾ നദീതടത്തിൽ പോയി കുളിക്കുന്നൊരു സംസ്കാരമുണ്ടായിരുന്നു. കാരണം അന്നൊന്നും ബാത്റൂം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുഴയിൽ പോയി കുളിക്കുന്ന ആ പെൺകുട്ടിയുടെ ആ സമയത്ത് പിന്നെ കാലം മാറിക്കൊണ്ടിരുന്നപ്പോൾ ആളുകളൊക്കെ ഈ കുളി നോക്കുന്ന സമയം ഒരു രംഗം വന്നപ്പോൾ കുട്ടിക്ക് വല്ലാത്ത മാനക്കേട് തോന്നി അത്രേ. അപ്പം ക്രമേണ ഈ പുഴയിൽ കുളിച്ച കുട്ടിയുടെ വീട്ടിൽ ബാത്റൂം പണി തോന്നുന്നു. അങ്ങനെ പുഴയിൽ കുളിച്ച കുട്ടി ബാത്റൂമിലേക്ക് കുളി മാറ്റി. അങ്ങനെ പണ്ട് സിന്ധു എന്ന് പറയുന്ന ഒരു കുട്ടി നദിയിൽ കുളിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സിന്ധു നദീതട സംസ്കാരം എഴുതി വെച്ചിരിക്കുകയാണ് പരീക്ഷയ്ക്ക്. എത്രത്തോളം നമ്മൾ വഴിതെറ്റി എത്തിക്കഴിഞ്ഞു നോക്കൂ നിങ്ങൾ. ഈ ഒരു അപമാനകരമായ അവസ്ഥയിൽ നിന്ന് ഒരു പരിവർത്തനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനാവട്ടെ ശ്രീമദ് ഭാഗവത സപ്താഹം. തളർന്ന മനസ്സുകളെയൊക്കെ ഉണർത്തിയ ഒരു ഗുരുവാണ് നമ്മുടെ കൃഷ്ണൻ. ഇനി മുതൽ നമ്മുടെ കൃഷ്ണൻ ദൈവമാക്കി നിങ്ങൾ വെക്കരുത്. ഇനി മുതൽ നിങ്ങൾ കൃഷ്ണനെ ഒരു ഗുരുവായി വാഴിക്കൂ. ആ ദൈവം എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെയുള്ള ആത്മശക്തിയായി നിങ്ങൾ കണ്ടെത്തൂ. കൃഷ്ണൻ പറയുന്നത് പോലെ ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേ, നിങ്ങൾ തന്നെ നിങ്ങളെ മാനസികമായി ഉയർത്തൂ. അതിന് നമുക്ക് 7 ദിവസം കൊണ്ട് ഈ ഒരു സൗഭാഗ്യം ഇവിടെ ഉണ്ടാവട്ടെ. നമ്മളൊക്കെ അനുഗ്രഹീതരാണ്, സുഹൃതികളാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒത്തുചേരാൻ സാധിച്ചത്. ഇത്രയും നിറഞ്ഞു നിൽക്കുന്നൊരു സഭ എന്നും നമുക്ക് ഇനിയും ഇതിൽ കൂടുതൽ, നാളെ നിങ്ങൾ കൂടുതൽ ആളുകളെ കൊണ്ടുവരണം. എനിക്ക് ഇവിടുത്തെ ടൈം ടേബിൾ കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ 6 മണിക്ക് ഇവിടെ എത്തിച്ചേരുകയാണെങ്കിൽ, ദിവസവും ഞാൻ പറയുന്നത് വൈകുന്നേരമല്ല, രാവിലെ 6 മണിക്ക് എത്തിച്ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നേരം ധ്യാനം നിങ്ങളെ പരിശീലിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കാം. 6 മണി എന്നൊരു സമയത്ത് നിങ്ങൾ എത്തിച്ചേരണം. അത് കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും ഇവിടെ ഇരുന്ന് കൂട്ടമായി വിഷ്ണു സഹസ്രനാമം ചൊല്ലണം. കാരണം ഈ വിഷ്ണു സഹസ്രനാമത്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ മന്ത്രങ്ങൾക്കും പ്രത്യേകതയുണ്ട്. മറ്റുള്ള മന്ത്രങ്ങളൊക്കെ ഋഷിവര്യന്മാരാ പറഞ്ഞത്, മഹാന്മാരായിട്ടുള്ള ആളുകളാണ്. മഹാന്മാരെന്ന് പറഞ്ഞാൽ വളരെയധികം ആത്മീയമായി കുട്ടിക്കാലം മുതലേ അവർ പ്രയത്നിച്ച് അവിടെ എത്തിയ ആളുകളാണ് ഋഷിവര്യന്മാർ. എന്നാൽ വിഷ്ണു സഹസ്രനാമത്തിനൊരു പ്രത്യേകത ഉണ്ട്. അത് പറഞ്ഞ വ്യക്തി ഒരു ഋഷിവര്യരൊന്നുമല്ല, പക്ഷെ ജീവിതം കൊണ്ട് ഋഷിക്ക് തുല്യം ഉയർന്ന ഒരാളാണ്. ഈ വിഷ്ണു സഹസ്രനാമം പറയുന്നത് എവിടുന്നാണെന്നറിയോ? അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി. അതുകൊണ്ടായിരിക്കാം അത് ഇത്ര ആദരണീയമായി തീർന്നത്. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. രംഗം ഇതാണ്. ധർമ്മപുത്രനോട് രാജ്യം ഏറ്റെടുക്കാൻ എല്ലാവരും പറഞ്ഞപ്പോൾ ധർമ്മപുത്രന് ഗിൽറ്റി കോൺഷ്യസ്നെസ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കുറ്റബോധം, ധർമ്മയുദ്ധത്തിന് പകരം അധർമ്മമാണല്ലോ ചെയ്തത്. അപ്പം അധർമ്മയുദ്ധം ചെയ്ത ഞാൻ രാജ്യം ഏറ്റെടുക്കില്ല എന്ന്. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നേതാവിനെ കണ്ടുകിട്ടാൻ വലിയ പ്രയാസമാണ്. അധർമ്മം ചെയ്ത് ഞാനൊരിക്കലും രാജ്യം ഏറ്റെടുക്കില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിക്കരുത്, അങ്ങൊന്ന് മാനസികമായി മാറി രാജ്യം ഭരിക്കൂ. കാരണം ഇനി രാജ്യം ആര് ഭരിക്കാനുണ്ട്? കൃഷ്ണനോട് ധർമ്മപുത്രർ വാക്ക് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് യുവർ അഡ്വൈസ്. കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി 2 പേരെ അത് പറഞ്ഞുള്ളൂ. ഒന്ന് ദുര്യോധനും, 2 ധർമ്മപുത്രരും. എനിക്ക് അങ്ങയുടെ ഒരു ഉപദേശവും വേണ്ട. വ്യാസാദ്യേരീശ്വരേരാജ്ഞേ കൃഷ്ണേൻ അത്ഭുത ദർശന പ്രബോധോബി ഇതിഹാസേ നാ ബുദ്ധ്യത ശുചാർപ്പിത. ഭാഗവതത്തിൽ വ്യാസഭഗവാൻ എഴുതി വച്ചിരിക്കുന്ന വരികളാണ്. കൃഷ്ണൻ ഉപദേശിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഉപദേശമൊന്നും വേണ്ട, കേൾക്കണ്ട.
കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി പറയാൻ അത്ര ധൈര്യം കാണിച്ചു ആര്? ധർമ്മപുത്രൻ. പക്ഷെ ഭഗവാൻ കൈവിട്ടില്ല. ഭഗവാൻ പറഞ്ഞു, ധർമ്മപുത്ര കയറൂ, രഥത്തിലേക്ക് കയറൂ. കാരുണ്യം കൊണ്ട് കൃഷ്ണൻ രഥത്തിലേക്ക് കയറ്റി. ധർമ്മപുത്രർക്ക് മനസ്സിലായില്ലേ എങ്ങോട്ടാണ് പോകുന്നത്? ഭഗവാൻ രഥം കൊണ്ടുപോകുന്നത് ഒരിക്കൽ കൂടി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്കാണ്. ധർമ്മപുത്രൻ നോക്കി എങ്ങോട്ടാണ് പോകുന്നത്? നേരെ പോകുന്നത് ശരശയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക്. കണ്ണിൽ നിന്ന് ധാരധാരയിട്ട് കണ്ണുനീര് വീണു. കൃഷ്ണൻ കാണുന്നു ധർമ്മപുത്രൻ കരയുന്നത്. ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാണ് ഈ ദാരുണ രംഗം കാണിക്കാൻ എന്നെ കൊണ്ടുവന്നത്? പാവം കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു, ശരീരം മുഴുവൻ ശരത്തിലാണ്, ദാഹം കൊണ്ട് തൊണ്ട മാറ്റി മരണത്തെ കാത്തിരിക്കുന്ന ഈ ശവം പോലെ കിടക്കുന്ന ആളെ കാണാനാണോ, അങ്ങനെ കാണിക്കാനാണോ എന്നെ കൊണ്ടുവന്നത്? തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ICUയിൽ കിടക്കുന്ന ഒരാളെടുത്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്കൊരു വിഷമമുണ്ടാകും. ഭഗവാൻ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചു. നേരെ ഭീഷ്മാചാര്യൻ്റെ അടുത്തെത്തി. പാവം തല പോലും ഉയർത്താൻ വയ്യ, കൈകളൊന്നും ഉയർത്താൻ വയ്യ. ആ ഭീഷ്മാചാര്യർ കരഞ്ഞു. ധർമ്മപുത്രർ കാൽക്കൽ തൊട്ട് നമസ്കരിച്ച് പറഞ്ഞു, ഉണ്ണി, ഞാൻ കരയുന്നത് കുടുംബം നഷ്ടപ്പെട്ട വേദനയിലല്ല, ശരീരത്തിൻ്റെ തകർച്ചയിലല്ല, ഞാൻ കരയുന്നത് നിൻ്റെ മാനസിക അധപ്പതനത്തിലാണ്. ഇതാണ് വാക്കുകൾ. ഇത് പറയാൻ ധീരത കാണിച്ച ഒരു മഹാനായിരുന്നു ഭീഷ്മാചാര്യൻ. അവിടെ വെച്ചിട്ടാണ് ഭീഷ്മാചാര്യർ പറയുന്നത്, ശരീരമല്ല നമ്മളെ തളർത്തുന്നത്, കുടുംബ നഷ്ടമല്ല തളർത്തുന്നത്, മനസ്സിൻ്റെ ദൗർബല്യമാണ് തളർത്തുന്നത്. ഞാൻ എൻ്റെ മനസ്സിനെ തളരാൻ അനുവദിച്ചിട്ടില്ല. ധർമ്മപുത്രൻ സത്യത്തിൽ ഹി വാസ് ഷോക്ക്ഡ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ശരീരം തളർന്നിട്ടും കുടുംബം നഷ്ടപ്പെട്ടിട്ടും മാനസികമായി തളരാത്തൊരു പിതാമഹനും എങ്ങനെ സാധിച്ചു ഇദ്ദേഹത്തിന്? പിന്നെ അവിടെ വെച്ച് ഭഗവാൻ കൃഷ്ണൻ ധർമ്മപുത്രർക്ക് ഉപദേശം കൊടുക്കാൻ പറയാണ്. ഭീഷ്മാചാര്യരോട് പറയുന്ന വാക്കുകൾ എന്താണെന്നറിയോ? നിങ്ങൾക്കൊരു തെറ്റുപറ്റി കുട്ടികളെ. നിങ്ങളുടെ കൂടെ നടക്കുന്ന കൃഷ്ണനെ നിങ്ങൾ യം മന്യസേ മാതുലേയം സുഹൃത് മിത്രം ച സാരഥിം, സുഹൃത്തായും ദൈവമായും ഒക്കെ കണ്ടുപോയി. നിങ്ങൾ കണ്ടില്ല, ഗുരുവായി കണ്ടില്ല. ഞാൻ കൃഷ്ണനെ കാണുന്നത് ഒരു ദൈവമായിട്ടല്ല, കൃഷ്ണനെ കാണുന്നതൊരു ഗുരുവായിട്ടാണ്. ആ ഗുരുവിൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഗുരു എനിക്ക് ആത്മശക്തി കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ആ ആത്മശക്തിയിലേക്ക്, ആത്മബലത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഉണ്ണിക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടോ? എങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലൂ എന്നാണ് അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുന്നു. വിഷ്ണു സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമം എന്നെ സംബന്ധിച്ച് ഒരു നിങ്ങളുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചാർജറാണ്. മനസ്സിനെ ആത്മബലവുമായി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചാർജർ, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ചാർജർ ആവശ്യമുണ്ടോ? നാളെ വരും. 7 ദിവസം നിങ്ങൾ ഇവിടെ ഇരുന്ന വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ സർവപ്രഹരണായ എന്നതാണ് അവസാനത്തെ വരികൾ. എല്ലാ ദൗർബല്യങ്ങളെയും സർവപ്രഹരണായ നിങ്ങൾക്ക് പ്രഹരിക്കാൻ സാധിക്കും. നമ്മുടെ ഭാരതത്തിൽ ആയുർവേദം എന്ന ശാസ്ത്രം പാരമ്പര്യമായി 10,000-10,000 വർഷം മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിലും അതിനെ ഒരു സംഹിതാരൂപത്തിൽ എഴുതിയത് ചരക ഋഷിയാണ്. ഇന്ന് നിങ്ങളുടെ പലരുടെയും കുട്ടികൾ BAMS ഒക്കെ പഠിക്കുന്നുണ്ടാവും. അവർ അഷ്ടാംഗ ഹൃദയത്തിനോടൊപ്പം പഠിക്കേണ്ടുന്ന ഒരു ഗ്രന്ഥമാണ് ചരക സംഹിത. ഏറെക്കുറെ 500-ലധികം മന്ത്രങ്ങളുള്ള ആ സംഹിതയിൽ ചരകൻ ഋഷി അദ്ദേഹം പറയും, രോഗം 2 തലത്തിലാണ്. ശരീരത്തിന് വ്യാധിയും മനസ്സിന് ആദിയും. ഇന്ന് മോഡേൺ മെഡിക്കൽ സയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വെറും രോഗിക്ക് മരുന്ന് കൊടുത്താൽ പോരാ, ആ രോഗിക്കൊരു കൗൺസിലിങ്ങും കൂടെ ആവശ്യമുണ്ട്. ഇന്ന് കൗൺസിലിംഗ് വേണമെന്ന് പറയുന്ന മെഡിക്കൽ സയൻസിന് ചരകൻ അന്ന് എഴുതി വച്ചിരിക്കുകയാണ്, വ്യാധിക്ക് മാത്രം പോരാ ചികിത്സ, മനസ്സിൻ്റെ ആദിക്ക് കൂടെ ചികിത്സ വേണം. അപ്പം വ്യാധിക്ക് വേണ്ടി ഒരുപാട് മരുന്നുകളും അതിൻ്റെ കൂട്ടുകളും എല്ലാം എഴുതിയതിന് ശേഷം
ചരകൻ അവസാനം ഒരു ചോദ്യം, ആദിക്ക് എന്ത് മരുന്നാ കൊടുക്കുകയാണ്? അപ്പോൾ പറഞ്ഞു, ആദിക്ക് കൊടുക്കാനുള്ള മരുന്നാണ് വിഷ്ണു സഹസ്രനാമേന സർവാൻ രോഗാൻ വ്യബോഹ്യതി എന്നാണ്. അവസാനം നിങ്ങൾ നോക്കൂ, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന്. ഗാന്ധിജി ഒരു പുസ്തകം എഴുതിയിട്ട്, രാമനാമ ദ ഇൻഫാലിബിൾ ക്യൂർ. നേരത്തെ പറഞ്ഞില്ലേ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ സ്കൂളിൽ പാഠ്യപദ്ധതിയാക്കണമെന്ന്. മഹാത്മാഗാന്ധിയുടെ 1-2 പുസ്തകങ്ങളും കൂടി ആക്കിയാൽ വളരെ നല്ലതാണ്. രാമനാമ ഇൻഫാലിബിൾ ക്യൂർ. രാമനാമത്തെക്കുറിച്ച് അദ്ദേഹം അതിലെഴുതി വെക്കേണ്ട ഈ ചരക സംഹിതയെക്കുറിച്ച്. അതുപോലെ ഗാന്ധിജിയുടെ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കുട്ടികൾ അവശ്യം വായിക്കേണ്ട പുസ്തകങ്ങളാണ്. കാരണം എങ്ങനെയാണ് ആ വ്യക്തിത്വം വളർന്നു വന്നത്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്, ഫോട്ടോ മാത്രമേ തൂക്കി വയ്ക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതിലപ്പുറം ഒന്നും ഗാന്ധിജിയെ തൊട്ടു പോകരുത്. കാരണം അദ്ദേഹം വല്ലതും പറഞ്ഞു പോയാൽ, എന്തെങ്കിലും ചെയ്തു പോയാൽ, കാരണം അദ്ദേഹം ഉപയോഗിച്ച മന്ത്രം രാമ എന്നുള്ളതാണ്. അതേറെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. രാമ എന്ന് പറഞ്ഞാൽ ദശരഥൻ്റെ പുത്രൻ രാമ എന്നാണ്. രാമ എന്നുള്ളതിനർത്ഥം മറ്റൊരാളെ സന്തോഷിപ്പിക്കൂ എന്നാണ്. രമിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. നിങ്ങളൊരാളെ ചിരിപ്പിക്കുന്നുവെങ്കിൽ, ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇക്കിളിയാക്കി ചിരിപ്പിക്കുകയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളൊരാളെ മാനസികമായി സന്തോഷിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ രാമനാണ്. നിങ്ങളൊരാളെ കരയിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ രാവണനാണ്. കരയിപ്പിക്കുന്നവരെയാണ് രാവണൻ എന്ന് പറയുന്നത്, സന്തോഷിപ്പിക്കുന്നവരെയാണ് രാമൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 3 വാക്കുകൾ ഉപയോഗിച്ചത്. ധീരോഭവ, വിജയീഭവ, രാമോഭവ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരായി തീരട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ സംസ്കാരം. ഈ രീതിയിലൊരു പരിവർത്തനം നമുക്ക് വരുത്തിയെടുക്കാൻ സാധിക്കണം. അതിനാണ് 2ാമത് വിഷ്ണു സഹസ്രനാമം. 3ാമത്തത് നമ്മൾ ഭാഗവതത്തിലെ കഥകളൊക്കെ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഓരോ കഥകളെയും നമ്മൾ ഇന്ന് കുറച്ചുകൂടിയും വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ എനിക്കൊരു സത്സംഗമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറയുമായിരുന്നു, കഥകളൊക്കെ പഴയതാണ്, പക്ഷെ വ്യാഖ്യാനം നമ്മൾ പുതിയത് കൊടുക്കണം. ഒരു കഥ ഞാൻ ഇന്ന് അവരോട് പറഞ്ഞ കഥ ആവർത്തിക്കുകയാണ്. പണ്ട് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. ഒരു കുരങ്ങനും മുതലയും ഉണ്ടായിരുന്നു അത്രേ. കുരങ്ങനും മുതലയും. കഥ നിങ്ങൾക്കും അറിയാം. ഇപ്പോൾ ഒരു ദിവസം ഈ കുരങ്ങൻ പറഞ്ഞ മുതലയോട്, മുതല പറഞ്ഞു കുരങ്ങനോട്, എൻ്റെ ഭാര്യയ്ക്ക് അങ്ങേ ഒന്ന് കാണണം, എന്നൊരു പാർട്ടി തരാൻ നിശ്ചയിച്ചിരിക്കണമെന്ന്. ഇതാണല്ലോ നിങ്ങൾ പത്രത്തിൽ കാണുന്നത്. സുഹൃത്തുക്കൾ പരസ്പരം കൂട്ടിക്കൊണ്ടുപോയി കൊന്ന് പുഴയിലിട്ട് കാറടിച്ചു കൊണ്ടുപോകുന്ന നിങ്ങളുടെ പാലക്കാട്ടുകാർക്കൊക്കെ സുപരിതമാണ്. കഴിഞ്ഞ മാസം കൂടി ഒരുത്തനെ തട്ടിയിട്ടേ ഉള്ളൂ ഇവിടെ. അപ്പം അങ്ങനെ മുതല പറഞ്ഞപ്പോൾ പാവം കുരങ്ങൻ, അദ്ദേഹം ശരി വരാം എന്നൊക്കെ ഏറ്റ് മുതലയുടെ പുറത്തിരുന്നു. കുറച്ച് ദൂരം പോയപ്പോൾ മുതലയുടെ സ്വഭാവം മാറിയിട്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്തെ കുരങ്ങ, പൊട്ട കുരങ്ങ, നീ വിഡ്ഢി, നീ കരുതിയില്ല അല്ലേ ഞാൻ നിന്നെ എന്തിനു കൊണ്ടുപോകുന്നു? സത്യം പറഞ്ഞാൽ നിന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ ഭാര്യയ്ക്ക് നിൻ്റെ ഹൃദയം കൊണ്ട് സൂപ്പ് അടിക്കണം എന്നൊരു മോഹം, സൂപ്പ് കഴിക്കാനൊരു മോഹം. ഇത് കേട്ടതും അല്പം പോലും പരിതപിക്കാതെ, കുരങ്ങൻ പാലക്കാട്ടുകാരനായിരിക്കണം, ധാരാളം സത്സംഗങ്ങൾ കേട്ടിട്ടുണ്ടാവണം, ഉടനടി മുതലയോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മുതലേ, എടാ വിഡ്ഢി, ഇതൊന്നും നീ ഒന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയം മരത്തിൻ്റെ മുകളിൽ വെച്ച് പോയില്ലേ സുഹൃത്തെ, പാലക്കാട് വെച്ച് വന്നതിരിക്കല്ലേ, ഒന്ന് നീ എന്നെ തിരിച്ചു കൊണ്ടുപോയി അവിടെ വിട്ടാൽ ഞാൻ ഹൃദയവുമായി വന്ന് നിൻ്റെ ഭാര്യയ്ക്ക് 1-2 ദിവസത്തേക്കുള്ള സൂപ്പ് ഉണ്ടാക്കാം. മുതല പാലക്കാട്ടുകാരനായിരുന്നില്ല. മുതല തിരിച്ചു കൊണ്ടുവന്നു. മുതലയുടെ പുറത്തു നിന്നും കരയിലേക്ക് ചാടുന്ന, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുരങ്ങന്മാരെ നമുക്ക് സൃഷ്ടിച്ചുകൂടാ? ഒരു ദുരന്തത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള സകല ശക്തിയും നമ്മളിലുണ്ട്. മനസ്സ് മാത്രം വിട്ടുകൊടുക്കരുത്. എൻ്റെ മനസ്സിനെ ഞാൻ ഒരു ദുരിതത്തിലല്ല വെച്ചിരിക്കുന്നത്. പുറത്ത് കടക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിൻ്റെ വഴികൾ നമുക്ക് കാണണം. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 7 ദിവസത്തെ ശ്രീമദ് ഭാഗവത സപ്താഹം കൊണ്ട് വഴികൾ കാണിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽപ്പെട്ട അർജുനൻ്റെ മനസ്സിനെ ഗീതയിലൂടെ ഭഗവാൻ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ദുരന്തത്തിൽപ്പെട്ട ഒരു പരീക്ഷത്തിൻ്റെ മനസ്സിനെ വ്യാസഭഗവാന്റെ പുത്രൻ വേദവ്യാസ മഹർഷി വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഭാഗവതത്തിന് പറഞ്ഞു തരാനുള്ളത്. ഞാൻ പറയാൻ പോകുന്നത് ഒരു ദൈവകഥയല്ല. ഞാൻ പറയാൻ പോകുന്നത് മനസ്സിനെ ധീരമാക്കാനുള്ള, വിജയമാക്കാനുള്ള, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാക്കി തീർക്കാനുള്ള ഒരു ആർട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷനാണ്, ഒരു കലയാണ്.
ഇത് നമുക്ക് സാധിക്കട്ടെ, അതിന് നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം എന്ന ഒരു ഉത്തരവാദിത്വം നമ്മൾ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് 7 ദിവസം കൊണ്ട് ഈ പാലക്കാടിനെ മുഴുവൻ നമുക്ക് മാറ്റം വരുത്തുന്ന വിധത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ അപേക്ഷിക്കാനുള്ളതാണ്. നാളെ നിങ്ങൾ വരുമ്പോൾ ഒരു ഗീതാ പുസ്തകവും, അറ്റ്ലീസ്റ്റ് ഒരു ഗീതാ പുസ്തകവും ഒരു നോട്ട്ബുക്കൊക്കെ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകരണം. കൂട്ടായൊരു പരിശ്രമം നമുക്ക് എല്ലാവരും. നിങ്ങൾ വിചാരിക്കരുത് ഒരു സ്വാമി വിചാരിച്ചാൽ, 2 സ്വാമിമാർ വിചാരിച്ചാൽ സാധിക്കുന്നു. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഒന്നിനൊരു കുറവില്ല. അമൃതാനന്ദമയി അമ്മയുണ്ട്, അതുപോലെ തന്നെ എത്രയോ മഹൽ വ്യക്തികളുണ്ട്. പക്ഷേ കള്ളുകുടിയിൽ ഒരു കുറവുമില്ല. എന്നോട് ചോദിച്ചു, സ്വാമിജി എവിടെയാണ്? ഞാൻ സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ ചാലക്കുടിയിൽ ഒരു ഗ്രാമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, ചാലക്കുടി എന്ന് പറയുമ്പോൾ ചാലക്കുടിയോ എന്നാണ്. കാരണം അതാണ് അത്ര ഏറ്റവും ടോപ്പ് ഇപ്പോൾ, മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു അതേ, കാരണം ഇതുവരെ അവർ സ്പിരിറ്റിൽ ടോപ്പായിരുന്നു, ഇനി സ്പിരിച്വലി അവരെ സ്ട്രോങ് ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നൊരു പരിവർത്തനം വരുത്താം. നാളത്തെ നമ്മുടെ തലമുറകൾ ധീരന്മാരായി തീരട്ടെ, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ധൈര്യത്തിൽ പറയാൻ കഴിയുന്നവരായി തീരട്ടെ. അങ്ങനെയുള്ളൊരു മഹത് സംസ്കാരത്തിന്, ഈ യജ്ഞത്തിൻ്റെ പേര് തന്നെ ഇട്ടിരിക്കുന്ന സംസ്കാരം എന്നാണ്. ഒരു മഹത് സംസ്കാരത്തിന് ഇവിടെ തിരികൊളുത്തപ്പെട്ടിട്ടുണ്ട്. ഇതൊരു കെടാവിളക്കായി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് അർപ്പണത്തോടുകൂടി, മനസ്സ് പൂർണ്ണമായ അർപ്പണത്തോടുകൂടി, നിങ്ങളുടെയൊക്കെ അർപ്പണം അതിൽ ഉണ്ടാവട്ടെ എന്ന ഒരു അപേക്ഷയോടുകൂടി ഇന്നത്തെ ഈ ഒരു മാഹാത്മ്യ പ്രഭാഷണം ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. നാളെ കാലത്ത് 6 മണിക്ക് എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും സുഹൃതം. ഇത് കൈവിടരുത്. ഇത് കൈവന്ന ഭാഗ്യമാണ്. ഈ ഭാഗ്യം നിങ്ങൾക്ക് എപ്പോഴും കൈവരണമെന്നില്ല. നാളെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. നാളെ എന്നത് ഇന്നത്തെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നിങ്ങൾ ഭീരുക്കളാണെങ്കിൽ, ഇന്ന് നിങ്ങൾ ദുർബലരാണെങ്കിൽ നാളെയും നിങ്ങൾ ദുർബലരാണ്. സത്യം മനസ്സിലാക്കൂ. ഒരു കൃഷ്ണൻ വിചാരിച്ചതുകൊണ്ടോ രാമൻ വിചാരിച്ചതുകൊണ്ടോ ഇവിടുത്തെ കോട്ടയ്ക്കകത്തുള്ള ഹനുമാൻ സ്വാമി വിചാരിച്ചതുകൊണ്ടോ നിങ്ങളുടെ മനസ്സിനെ ധീരമാക്കാൻ അവർക്ക് സാധ്യമല്ല. കാരണം സത്യം ഇതാണ്, നമ്മുടെ മനസ്സിനെ ധീരമാക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ നമുക്ക് തന്നു കഴിഞ്ഞു. ആ സ്വാതന്ത്ര്യം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് അർപ്പിച്ചുകൊണ്ട്, എൻ്റെ മനസ്സിനെ അതിൽ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ അനന്ത 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 കോടി പ്രണാമം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.